നിങ്ങൾക്കൊരു രാത്രി വരാനുണ്ട്, 3 രാത്രിയുടെ കണക്കുള്ള രാത്രി. ആ രാത്രിയുടെ ദൈർഘ്യം അങ്ങനെയാണ്, 3 രാത്രി. സാധാരണ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേറ്റു, ഒളു ചെയ്തു, നിസ്കരിക്കുന്ന ആണോ പെണ്ണോ നിസ്കരിച്ചു, സുബഹിയുടെ ബാങ്ക് കേൾക്കുന്നില്ല. എനിക്ക് എന്ത് സംഭവിച്ചു, എവിടെയോ പശു പറ്റിയില്ലോ, വീണ്ടും കിടക്കും. രണ്ടാമത് ഉറങ്ങിയാണ്, ആദ്യം ഉറങ്ങിയോടത്തോളം തങ്ങളുടെ വാക്കുവെങ്കിൽ വീണ്ടും എഴുന്നേറ്റിട്ട് ഒളു ചെയ്തു, ചെല്ലേണ്ടതെല്ലാം ചെല്ലി, ദുആ ചെയ്യേണ്ടതൊക്കെ ദുആ ചെയ്തു, ബാങ്ക് കേൾക്കണില്ല. എനിക്ക് എന്ത് സംഭവിച്ചു, വീണ്ടും കിടക്കും. മൂന്നാമത്തെ കിടത്തം കടന്ന് എഴുന്നേൽക്കുമ്പോൾ ഇതാ തലഅശംസു മിനൽ മഗ്രിബി, പടിഞ്ഞാറ് ഉദിച്ചു പൊങ്ങുകയാണ്. തങ്ങൾ പറയാണ്, സർവ മനുഷ്യന്മാരും അപ്പൊ വിളിച്ചു പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ യൻഫഉ നഫ്സൻ ഈമാനുഹാ. ഖുർആൻ പറയാൻ അന്നത്തെ ദിവസം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പരിഗണനയില്ല. അതുവരെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. തലയ്ക്ക് മുകളിലെത്തിയാൽ പിന്നെ പടിഞ്ഞാട്ട് പോയിട്ട് അത് അസ്തമിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ ഇനി വരാനുള്ളൂ. അത് വന്നതിന് മുമ്പ് ഇവിടെ വേറെ ചിലതൊക്കെ വരാനുണ്ട്. മഹദി ഇമാമു വരും ബഹുമാനികളെ. ഇന്നീ കാണുന്ന ഈ അസ്വസ്ഥതകൾക്കെല്ലാം സമാധാനം ഉണ്ടാവും, ഈ കൊലപാതകങ്ങൾക്കെല്ലാം അറുതി ഉണ്ടാകും, ഈ പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം മുസ്ലിം ഉമ്മത്ത് ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ തന്നെയാണ് ഉമ്മത്തിന്റെ അവസ്ഥ. ഏതെല്ലാം കാലഘട്ടത്തിൽ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അവിടെ എല്ലാം ഉമ്മത്ത് പിടിച്ചു നിന്നിട്ടുണ്ട്. അങ്ങനെ ആ പരീക്ഷണത്തിൽ നിന്ന് ഉമ്മത്ത് അതിജീവിച്ചിട്ടുണ്ട്. ഇരകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അധികാരം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെയല്ലേ ഫിറൗനിനെയും പാർട്ടിയെയും തകർത്തുകൊണ്ട് ഫിറൗൻ നശിപ്പിച്ചതായ വർഗത്തിന് അല്ലാഹു തആല അധികാരം കൊടുത്ത് അനുഗ്രഹിച്ചു. അങ്ങനെ തന്നെയാണ് ഇതിന്റെ ചരിത്രം. മഹദി ഇമാം ഇവിടെ വരും, ഈ ഉമ്മത്തിന് അധികാരത്തിലേക്ക് വരും. അതെത്തിയിട്ടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരും, എത്തിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ, ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. ലോകം എന്നാണ് അവസാനിക്കുക ആർക്കും അറിയില്ല. സംഗതി ഇത് ഉറപ്പാണ്, എല്ലാവരും പറയുന്നു സംഭവം ഉറപ്പാണ്. രണ്ടാമത്തേത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മഴ എപ്പോഴാണ്, എത്രയാണ്, എവിടെയാണ് പെയ്യുക എന്നുള്ളത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അറിയാത്ത കാര്യമാണ്. നിങ്ങൾക്കറിയില്ല. അതൊക്കെ വെറുതെ മനസ്സിലായ മഴ എത്ര മില്ലി പെയ്യോ എന്നുള്ളത് ഇവിടെയൊക്കെ കറക്റ്റായിട്ട് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറയണമൊക്കെ ഉണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴ എന്ന് പറയും, ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ എന്ന് പറയും. ലക്ഷദ്വീപിലുള്ള ആളോട് ചോദിക്കഴിഞ്ഞാൽ അവിടെ മഴയായിട്ട് പുറത്തിറങ്ങാൻ നിവൃത്തി ഉണ്ടാവില്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചൂടായിട്ട് ഇരിക്കാൻ നിവൃത്തി ഉണ്ടാവില്ല. ഒരു കാർട്ടൂൺ കണ്ടു ഒരിക്കൽ ഒരു പേപ്പറിനകത്ത്, ഒരു കൊട്ടയുടെ അടിയിൽ ഒരു തവളേൻ്റെ ഇട്ടിട്ട് ഇങ്ങനെ ചെവി ഓർത്ത് നിൽക്കുകയാണ്. അപ്പോൾ തവള കൊറോന്ന് പറഞ്ഞാൽ അടുത്ത 24 മണിക്ക് ഒറ്റപ്പെട്ട കനത്ത മഴ തട്ടിക്കൊടുക്കും. തവള മിണ്ടണില്ലെങ്കിലോ വരണ്ട കാലാവസ്ഥ. ഇതൊന്നും നിന്റെ അറിവിൽപ്പെട്ടതല്ല എന്ന് പരിശുദ്ധ ഖുർആൻ. കണ്ടോ, ആളുകളൊക്കെ പറയുന്നുണ്ട്, കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ പറഞ്ഞത് അനുസരിച്ചാണല്ലോ. അത് പൊട്ടക്കണ്ട മാത്തേലെറിയുമ്പോൾ ചിലപ്പോൾ മാങ്ങയെ കൊള്ളുവേ, അതൊരു എയറാണത്. ചിലപ്പോൾ കൊള്ളും, ചിലപ്പോൾ കൊള്ളൂല. അത് തന്നെ ഇതിനകത്തുള്ളത്. കൃത്രിമ മഴ പെയ്യിപ്പിച്ചൊരു 10-20 വർഷം മുമ്പാണ്, ഞാൻ ശരിക്കും ഓർക്കുന്നുണ്ട്. കേരളം ഇങ്ങനെ വരണ്ട് നിൽക്കുമ്പോൾ ഇടുക്കിയുടെ കാച്ചമെന്റ് ഏരിയയിൽ മഴ പെയ്യിപ്പിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. മദ്രാസിൽ നിന്നൊരു ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് കൊച്ചി നേവിയുടെ പിന്നെ എയർപോർട്ടിലാണ് അന്ന് പ്ലെയിൻ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. നെടുമ്പാശ്ശേരിയും കാര്യങ്ങളൊന്നുമില്ല. മദ്രാസിൽ നിന്ന് ആ ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തിട്ട് കൊച്ചിയുടെ നേവിയുടെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് അതിന്റെ പ്രത്യേകമായ ചിറകിനകത്ത് അലുമിനിയത്തിന്റെ തിരി നിറച്ചു, സിൽവർ അയഡൈഡ് നിറച്ചു. എന്നിട്ട് ഇടുക്കിയുടെ വെള്ളം കെട്ടി നിൽക്കുന്ന കാച്ച്മെന്റ് ഏരിയയുടെ മുകളിലേക്ക് ഈ ഹെലികോപ്റ്ററിനെ പറപ്പിച്ചിട്ട് കാർമേഘത്തിന്റെ മുകളിൽ ഈ സിൽവർ അയഡൈഡ് സ്പ്രേ ചെയ്തിട്ട് കാർമേഘത്തിനെ ഉരുക്കി വെള്ളമാക്കി താഴത്തേക്ക് അടിച്ചു. എന്നിട്ട് പത്രത്തിലൊക്കെ വാർത്ത വന്നു, കേരളത്തിൽ കൃത്രിമ മഴ പെയ്യിപ്പിച്ചു. അന്ന് ഉന്നത വിദ്യാഭ്യാസമുള്ളവരും ശാസ്ത്രജ്ഞന്മാരും അഭിപ്രായപ്പെട്ടു. അന്ന് എഴുതിയതിലൊക്കെ പ്രധാനിയായിരുന്നു വിൻസെന്റ് ഡിസൂസ എന്നൊക്കെ പറയുന്ന ആ വിവർത്തനായ മനുഷ്യനൊക്കെ. അയാളൊക്കെ എഴുതി, ഇത്രയും അടി ഘനത്തിൽ എവിടെയെങ്കിലും കാർമേഘം നിന്നാൽ ചാറ്റൽ മഴ സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പൊ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയതും ഈ കഠിനാധ്വാനം ചെയ്തതുമെല്ലാം വെറുതെ. അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. പശുവിനെ കൊണ്ടുവന്ന് തൊഴുത്തി കെട്ടിയിട്ട്
നന്നായിട്ട് കൊപ്രാവെള്ളവും തവിടും തീറ്റയൊക്കെ കൊടുത്ത് രാവിലെ വലിയ ബക്കറ്റിനകത്ത് പോയി നിറച്ച് പാല് കറന്നു കൊണ്ടുവന്ന് വീടിന്റെ ഉമ്മറത്ത് വെച്ചിട്ട് പെണ്ണുമ്പിള്ളേട്ട പറയുന്നേ നോക്കിക്കേടി എന്റെ പാല്. അത് നിന്റെ പാലല്ല, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കൊപ്രയും വെള്ളവും ആ തീറ്റയൊക്കെ കൊടുത്തിട്ട് അതിന്റെ ശരീരത്തിൽ നിന്നും ആ മാറിടത്തിൽ കൂടി തന്നതായ പാലാണ്. ഇത് തന്നെ അല്ലാഹു തആല ചോദിക്കണം, എടാ മേഘത്തിന്റെ ഉള്ളിൽ നിന്നും വെള്ളം താഴേക്ക് ഇറക്കുന്നത് ഞാനാണോ അതെയോ നീയാണോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ പെയ്യിപ്പിക്കുന്നത് അതേ ഞാനാണോ? ഈ നെടുമങ്ങാട്, തിരുവനന്തപുരം അടുത്ത് പൊന്മുടി അടുത്ത് നെടുമങ്ങാട് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് വിളിച്ചാൽ കേൾക്കുന്ന സ്ഥലം. ഞാൻ ഇതിന് അനുഭവപ്പെട്ട ആളാണ്. ഒരു 1 മണിക്കൂർ ഒരു മഴ, ഒരൊറ്റ മഴ, മോളിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന്റെ ഇരട്ടിയാണ് അവരെ അടിയിൽ നിന്ന് പൊങ്ങണത്. അത് ആളുകളുടെ തോന്നലാണ്. മോളിൽ നിന്ന് വെള്ളം കൂടെ ഇറങ്ങി താഴ്ന്ന പ്രദേശത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അടിയിൽ കൂടെ വെള്ളം പൊങ്ങണതായിട്ട് ആൾക്കാർക്ക് തോന്നി. 1 മണിക്കൂർ മഴ നിന്ന് പെയ്തപ്പോൾ നെടുമങ്ങാടിന്റെ പരിസരം, തൊളിക്കോട്, അഴീക്കോട് ഭാഗങ്ങളിലെല്ലാം വെള്ളം പൊങ്ങി. പ്രാന്തപ്രദേശങ്ങളെല്ലാം നിറഞ്ഞു. ധാരാളം ജീവികൾ നഷ്ടപ്പെട്ടു. ലക്ഷക്കണക്കിന് കൃഷികൾക്ക് നാശം സംഭവിച്ചു. എന്റെ ബഹുമാനികളെ, തിരുവനന്തപുരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് യാതൊരു അറിയിപ്പും ഈ പരിസരത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ചോദിക്കട്ടെ, മഴ എപ്പോഴാ പെയ്യുന്നതെന്ന് അറിയുമായിരുന്നെങ്കിൽ ആ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ലായിരുന്നോ? പൊന്മുടിയുടെ താഴെ താമസിക്കുന്ന പ്രാന്തപ്രദേശങ്ങളിലുള്ളവരെല്ലാം ഉടനെ ആലപ്പുഴ ജില്ലയിലേക്കോ കോട്ടയം ജില്ലയിലേക്കോ മാറിക്കോ, ഇവിടെയെല്ലാം വെള്ളം പൊങ്ങാനുള്ള സാധ്യതയുണ്ട്. പറഞ്ഞില്ല, അവർക്ക് പറയാൻ കഴിയില്ല. ഇതാ പടച്ചോൻ പറഞ്ഞു, വയുനസ്സിലുൽ ഗൈസ. മഴ എപ്പോഴാണ്, എത്ര അളവിലാണ്, എവിടെയാണ് പെയ്യുക എന്ന് പടച്ചതമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് മഴ പെയ്യുമ്പോൾ ഒടുക്കത്തെ മഴ എന്നൊന്നും നമ്മൾ പറയരുത്. ഒമാനെ പടച്ചോമ്പരാൻ്റെ അനുഗ്രഹം. ഇതില്ലെങ്കിൽ പിന്നെ എവിടെ ഉണ്ടാവും? മനുഷ്യനുണ്ടാവും, ജീവി ഉണ്ടാവും. ഖുർആൻ മഴയെ സംബന്ധിച്ച് പറയണത് അങ്ങനെയല്ലേ. ഒരിക്കലും നമ്മൾ മഴയെ കുറ്റപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്കൊരു സാധനം, നിങ്ങൾ എനിക്കൊരു സാധനം തന്നേക്കുകയാണ്, ഒരു സമ്മാനം. എൻ്റെ അടുത്ത് വന്നിട്ട് ബാബുശ്ശേര ഇത് ഇന്ന ആൾ തന്നതാണ്, ഞാൻ ഇങ്ങനെ അഴിച്ചു നോക്കി, ഉണ്ടേ കൊടുക്കണ എനിക്ക് കാണിക്കാനത്. അത് ആ തന്നയാളുടെ മുഖത്തേക്ക് നമ്മൾ എറിയണത്, ഇവൻ്റെ മുഖത്തേക്കല്ല, തന്നയാളുടെ മുഖത്തേക്ക്. ഈ മഴ ആ ഒന്ന് അനുഗ്രഹം ആരാ വർഷിപ്പിക്കുന്നത്? പടച്ചോൻ വരാനാണ്. ഒടുക്കത്തെ മഴ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ശപിക്കുന്നത് റബ്ബിനെയാണ്. അങ്ങനെയുള്ള വാക്കുകൾ പറയാതെ നമുക്ക് മഴ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ നമ്മൾ എന്താ പറയേണ്ടതറിയോ? അല്ലാഹുമ്മ ഹവാലൈന അലാ അലൈന. പടച്ചവനെ, ഞൻ്റെയും ഞങ്ങളുടെയും പരിസരത്ത് നീ പെയ്യിപ്പിക്കാതെ ഇതിൻ്റെ ചുറ്റുവട്ടത്തേക്ക് അല്ലാഹുവെ നീ മഴയെ മാറ്റിത്താട്ടെ അല്ല. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. നബി തങ്ങൾ എങ്ങനെയാണ് ദുആ ചെയ്തത്? മദീന പള്ളിയിൽ മസ്ജിദ് ഹമാമ എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് മദീന പള്ളിയുടെ തൊട്ടടുത്ത്. അവിടെ നിന്നിട്ട് ദുആ ചെയ്ത് അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ, പടച്ചവനെ നീ ഞങ്ങൾക്ക് മഴ താട്ടെ അല്ലാ. ഒരാഴ്ച നിന്ന് പെയ്തു എന്നാ. ഒരാഴ്ച എത്തിയപ്പോൾ സഹാബാക്കൾ എന്നിട്ട് സങ്കടം പറഞ്ഞപ്പോൾ നബി തങ്ങൾ ആ ദുആ ചെയ്ത സ്ഥലത്ത് തന്നെ എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ ഹവാലൈന ലാ അലൈന. ഇവിടെ പെയ്യിപ്പിക്കില്ല റബ്ബേ, മഴ അങ്ങ് മാറി. അള്ളാഹുവേ, അങ്ങനെയൊക്കെ കാണിച്ചെന്ന സ്ഥലത്തൊക്കെ ഇന്ന് എത്രയോ പ്രാവശ്യം മെമ്പറിലൊക്കെ നിന്നിട്ട് ദുആ ചെയ്യുന്ന അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ വറഹ്മത വലാ തജ്അൽനാ മിനൽ ഖാനിതീൻ. ഒരു തുള്ളി വീണില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ അപ്പം തന്നെ കിട്ടണവരൊക്കെ ഉണ്ടായി. ഹുമാനെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൂന്നാക്കൽ വളാഞ്ചേരി അടുത്തൊരു സ്ഥലമുണ്ട് മൂന്നാക്കൽ. നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. നല്ല മഹത്വമുള്ള സ്ഥലമാണ്. 16 ഏക്കറുണ്ട് ഈ ഖബർസ്ഥാൻ. അവിടെ ഖബറിൻ്റെ അകത്ത് ഒരാൾ ഖബർ സ്വന്തമായിട്ട് കുഴിച്ചിട്ട് അതിനകത്തിരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഉമർ ഖാദി റളിയല്ലാഹു തആല അൻഹുവിനെ ആളുകൾ മഴയ്ക്ക് വേണ്ടിയിട്ട് ദ്വാരിപ്പിക്കാൻ അവിടെ കൊണ്ടുവന്നേന്നാണ്. ഉമർ ഖാദി തങ്ങളിങ്ങനെ വന്നിട്ട് ദുആ ചെയ്തു അല്ലാഹുമ്മ സ്ഖിനൽ ഗൈസ വറഹ്മത. മേഘം കൊണ്ട് വന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. വടച്ചവനെ, ഉമർ ഖാദി തങ്ങളിപ്പോൾ ദുആ ചെയ്തു, മഴ പെയ്യാൻ പോവാണല്ലോ. എല്ലാവരെയും സന്തോഷിക്കാതെ ഈ സാധനം ആകെ അങ്ങോട്ട് മാറിപ്പോയി. വീണ്ടും ഉമർ ഖാദി തങ്ങൾ ദുആ ചെയ്തു. ഇനി വന്നു മഴ. ഒരു തുള്ളി താഴത്തേക്ക് വീഴാതെ മഴക്കാരങ്ങ് മാറിപ്പോയി. മൂന്നാമതും ദുആ ചെയ്തു, മാറിപ്പോയിപ്പേ. ഉമർ ഖാദി തങ്ങൾ പറഞ്ഞേ, മൂപ്പര് കണ്ടിട്ടില്ല ഈ പള്ളിക്കാട്ടിലിരിക്കുന്ന ആളെ. ഉമർ ഖാദി തങ്ങൾ പറഞ്ഞേ, അവിടെ ആ കപ്പലിരിക്കുന്ന ആ മൂപ്പരായിട്ട് ആ പള്ളിയിലേക്ക് ഇരിക്കാൻ പറഞ്ഞു. ഉണ്ടോ? ഈ ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടി പള്ളിപ്പറമ്പിലേക്ക്. അവിടെ ചെന്നപ്പോണ്ട് ഈ മൂപ്പര് ഇതിനകത്തിരുന്ന് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക.
പള്ളിപ്പറമ്പിൽ കബറിനകത്ത് ഇറങ്ങി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ മൂപ്പരിന്റെ മുകളിലേക്കുള്ള മഴ അല്ലാഹു മഹബാലൈന അലാലൈന ഇവിടെ പെയ്യിപ്പിക്കണ്ട അങ്ങോട്ട് മറ്റേ ആളിക്കോട് തരാനാ പറഞ്ഞേ ഞാനൊന്നിന് പോകാൻ മതി. രക്ഷയില്ലാണ്ട് വന്നപ്പോൾ ഉമർഖാലി തങ്ങള് പറഞ്ഞു വിട്ട പണിയാപ്പോയത്. നിങ്ങളോട് തങ്ങളിപ്പോൾ അങ്ങോട്ട് പള്ളിയിലേക്ക് ഒന്ന് കയറിയിരിക്കാൻ പറഞ്ഞു. ആ അങ്ങനെ പറഞ്ഞോ, എന്നാൽ ഞാൻ കയറിയിരിക്കാം. പള്ളിയിലേക്ക് കയറിയിരുന്നു. ഉമർഖാലി തങ്ങൾ ദുആ ചെയ്തു, മഴ പെയ്തു. അതൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ആരാ ബഹുമാനികളെ? അവരുടെയൊക്കെ വഴലും അവരുടെയൊക്കെ ദുആയൊക്കെ അങ്ങനെയൊക്കെ തന്നെയായിരുന്നേ. ഞാൻ ചോദിക്കട്ടെ, എന്നോട് ഇവിടെ കള്ളുകൂടിനെ പറ്റി ഇവിടെ കമ്മിറ്റിക്കാർ വഴല് പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച ഇവിടെ നിന്ന് വഴല് പറഞ്ഞാൽ ഇവിടെ വീഡിയോ വലിക്കാത്ത ആൾക്കാർ വീഡിയോ വലിക്കുന്നവർ മാറ്റുമോ? സൗന്ദര്യപ്പാക്ക് വായിലിടുന്നവർ മാറ്റുമോ? എന്താ മാറ്റാത്തതിൻ്റെ കാരണം മേക്കിൻ്റെ കുഴപ്പമല്ല, കമ്മിറ്റിക്കാരുടെ കുഴപ്പമല്ല, നോട്ടീസ് അടിച്ചതിൻ്റെ കുഴപ്പമല്ല, അത് ഇവിടുത്തെ കുഴപ്പമാണ്. അതാണ് വാഴലും മുത്തഴലാകണമെന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയുന്നത് നിങ്ങൾ ജീവിതത്തിൽ പകർത്തണമെങ്കിൽ അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന്. അതൊക്കെ അവർക്കുണ്ടായിന്ന്. മഹലിൽ ഭയങ്കര ഒച്ചപ്പാട്. കമ്മിറ്റിക്കാർ പറയും ഞങ്ങളെ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, കൈക്കാരന്മാർ എൻ്റെ ഉപ്പാടെ ഉപ്പായാടെ ഇതുണ്ടാക്കിയത്, നീ പോടാന്നായി തർക്കം. രണ്ട് പാർട്ടിയും തമ്മിൽ കുത്തിലേക്ക് എത്താൻ പോവാണ് കാര്യങ്ങൾ, വെട്ടിലേക്കും കുത്തിലേക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മനുഷ്യന്മാർക്കൊക്കെ ബോധം വന്നു. ഞാനൊരു കാലത്ത് നിക്കരിക്കാൻ വേണ്ടി അങ്കമാലിപ്പള്ളിയുടെ പിരിവിന് പോയതാണ്. ഞാനൊക്കെ വലത്തെ സഫിലിരിക്കുന്ന ആളുടെ മലക്കിൻ്റെ കൂലിന്നോർത്ത് ഞാൻ വലത്തെ സഫിൽ പോയി ഒന്നാമത്തെ സഫിൽ പോയിരുന്നു. ഒരു മുത്താലിബ് വന്നിട്ട് എന്നെ തോണ്ടി, ഉസ്താദിനോട് രണ്ടാമത്തെ സഫിലേക്ക് ഇരിക്കാൻ ഉസ്താദ് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു. പടച്ച തമ്പുരാനെ, ഇവിടെ ഇരിക്കാൻ പാടില്ല അവനെ, അവിടെ ഇരിക്കണ്ടെന്ന് ഉസ്താദ് പറഞ്ഞു. അവിടെ ഇറങ്ങിയിരിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കാൻ നിന്നില്ല, നേരെ മൂപ്പരുടെ അടുത്തേക്ക് വന്നു. മൂപ്പര് ഇപ്പോഴും അയത്തിലുണ്ടേ, ഉസ്താദ് ഇപ്പോഴും അയത്തിലുണ്ട്. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു, എന്തേ ഉസ്താദ് അവിടെ ഇരിക്കണ്ടെന്ന്? എൻ്റെ പൊന്നാര വാമില്ലാരെ ഇവിടെ ജുമ്മ നടക്കൂല. എന്തേ? അവിടെ കൈക്കാരനിരിക്കുന്ന സ്ഥലമാണ്. എന്താ വൈകി എങ്ങനെയുണ്ടെന്ന്? ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും. കൈക്കാരനക്കും കമ്മിറ്റിക്കാരനക്കും ഒന്നും അല്ല സ്ഥാനവും പദവിയും. പിന്നെ ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്തക്കാക്കും. ഇതാ ഒരു പള്ളിയിലുള്ള തർക്കം. രണ്ട് പാർട്ടി തമ്മിൽ തർക്കം, വെട്ടിലേക്കും കുത്തിലേക്കും എത്താൻ പോവാ. സമാധാനം ആഗ്രഹിക്കുന്ന ആൾ എന്നിട്ട് പറഞ്ഞു, തങ്ങളിപ്പോ ഇവിടെ ഇങ്ങനെ പ്രശ്നം വരാൻ പോവുകയാണ്, ഞാൻ അങ്ങോട്ട് വരാം, രണ്ട് പാർട്ടികളും കൂടാൻ പറ. രണ്ട് പാർട്ടിയും കൂടിക്കുമ്പോ ഉമർഖാലി തങ്ങൾ അങ്ങോട്ട് കയറി ചെന്നിട്ട് സ്റ്റേജും മൈക്കൊന്നും നേരെയാക്കാൻ നിന്നില്ല. കൊയപ്പാനു ചട്ടിയും നായാടി പറയരൂ. രണ്ട് വരി ബൈത്തങ്ങട് കേട്ടപ്പോ കൈക്കാരൻ കമ്മിറ്റിക്കാരനെ കെട്ടിപ്പിടിച്ച് പൊരുത്തപ്പെടിപ്പിക്കണു, കമ്മിറ്റിക്കാരൻ കൈക്കാരനെ ഉമ്മം വെക്കണു, പൊരുത്തപ്പെടുന്നത്. രണ്ട് വരി ബൈത്ത പാടിയുള്ളൂ. ഇതൊക്കെ ഈ കേരളത്തിലുണ്ടായതാ. ഞാൻ ഒരാഴ്ച വളർന്നു പറഞ്ഞാൽ മാറ്റം ഉണ്ടാവും. എന്തേ? ഉമർഖാലി തങ്ങൾ പറയുന്നത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളായിരുന്നു. അതതിൻ്റെ മാറ്റം. നീ എന്താടാ കൈക്കാരനാന്ന് പറഞ്ഞ് വലിയ ആളാവണേ? നീ എന്തിനാടാ കമ്മിറ്റി എന്നും പറഞ്ഞ് വലിയ ആളാവണേ? മൂപ്പര് ചോദ്യം അതാണ്. നിങ്ങളെയൊക്കെ തറവാട് എന്തൊന്നാടാ? ചെട്ടിയും നായാടി പറയരു. നിന്റെ വെല്ലുപ്പാടോ വല്ലുപ്പ ഒന്നാം നമ്പർ പറയാനാ. നിന്റെ വെല്ലുമാരാന്നറിയോ? വിലക്കളിയാണ് ഉണ്ടാ. ഇതാരും അറിയാ? ഉമർഖാലി തങ്ങളെ അപ്പളേ വാമശിലേറെ ഈ കറുവാപശി എന്ന് പറഞ്ഞപ്പോ യാഥാർത്ഥ്യം അല്ലേ? എവിടെയാ പ്രശ്നം? ഇവരൊക്കെ എങ്ങനെ പറയണ്ടേ? ഇതല്ലേ യാഥാർത്ഥ്യം? മഹാനായ അബുൽ ബഷർ നബിയുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഇന്ത്യ രാജ്യത്ത് നിന്ന് 40 പ്രാവശ്യം കാൽനടയായിട്ട് ഹജ്ജ് യാത്രയ്ക്ക് പോയി. ഇന്ത്യ രാജ്യം. ആരാ കറുവാപശി? ആരാ പറ? തറവാട്ടുകാരാ? ആദ്യത്തെ മനുഷ്യൻ വന്നിറങ്ങിയത് ഇന്ത്യ രാജ്യത്താണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബത്തിങ്കലേക്ക് 40 പ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് കാൽനടയായിട്ട് പോയി. അങ്ങനെയാണ് ഇവിടെ ദീനുണ്ടായത്. ദീനിനാണ് ഇവിടെ തറവാടുത്വം. കാലങ്ങൾ കഴിഞ്ഞു. ഈസാ നബിയുടെ കാലം കഴിഞ്ഞു. പരിശുദ്ധമായ കഅബാലയത്തിൽ 365 വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ മറ്റവൻ ശരിക്കും സ്വാധീനം ചെലുത്തി. മൂസാ നബി തൂർസീന പർവ്വതത്തിൽ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ പശു ഓട്ടം തുടങ്ങി. നിസ്സാര മണിക്കൂറേ മൂസാ നബിയും മാറിയുന്നുള്ളൂ. അപ്പോഴത്തേക്കും മറ്റോ പറ്റിച്ച പണിയാ പോയത്.
മറ്റൊന്നും തന്നെ മനസ്സിലായില്ല അല്ലേ? നമുക്ക് വേണ്ടപ്പെട്ട ആള് ഈ പറഞ്ഞത്. മഗ്‌രിബ് വീഴുമ്പോ നമ്മളിരുന്ന് ഓതും ഇന്നഹൂലക്കും അതും മുബീൻ. മഗ്‌രിബ് വീഴുമ്പളേ ഇവിടെ യാസീനാണല്ലോ ഇപ്പൊ ആണ്ട് കിടക്കണത്. ഇന്നഹൂലക്കും അതും മുബീൻ. മഗ്‌രിബ് വീഴുമ്പോ ഇരുന്ന് ഓതുവാണ്. ശൈത്താൻ നിന്റെ വ്യക്തമായ ശത്രുവാണ്. സുബഹിക്ക് വാങ്ങൊളിച്ചു. നല്ല സുഖം, നല്ല തണുപ്പ്. ഏതായാലും 6:15 വരെ സമയമുണ്ടല്ലോ. ഇപ്പം മണി 4:45 ഉണ്ടായിട്ടുള്ളൂ. ഒന്നും കൂടെ അന്നങ്ങൾ കിടന്നേക്കാം. മഗ്‌രിബ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ശത്രു ആണ്ടോ ശൈത്താൻ. സുബഹി വാങ്ങൊളിച്ചപ്പോൾ ഇങ്ങനെ അടിയിൽ കൂടെ കൈ കൊടുത്തിട്ട് നമ്മളുണ്ടാവും ഒന്നാണ് തോന്നുന്നു. ഇതാണ് ഈ മൂപ്പര്. ഈ പുള്ളിനെ പറ്റിയപ്പോ പറഞ്ഞേ. പുള്ളിക്ക് തക്കം കിട്ടിയാണ്ടല്ലോ സൂചി കയറിനോടത്തിൽ ഒട്ടകത്തിനെ കയറ്റും. അങ്ങനത്തെ സാധനമാണ്. നിസ്സാര മണിക്കൂറേ ഉള്ളൂ ആ മൂപ്പര് തുറിസിന പറവിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിടത്തേക്കും പശു കൂടെ കിടന്ന് ഓടുക. ആൾക്കാരെല്ലാം പശുവിന്റെ പുറകെ കയ്യും കൂപ്പിക്കൊണ്ടില്ലാണ് ദൈവമേ 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 എന്നും പറഞ്ഞു. ഇപ്പൊ ലോകത്ത് നടക്കണൊക്കെ അത് തന്നെയാ. ഇറക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല, മുള്ളിയ കുടിച്ചോളണം എന്നൊക്കെ പറഞ്ഞ് നടക്കണ ഒക്കെ മൂപ്പര് പറ്റിക്കുന്ന പണിയാണ് ഇതൊക്കെ. അതിനകത്തേക്കാണ് ഇപ്പൊ ഈ പോയി ചാടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ബഹുമാനികളെ, ഇത് ദീർഘമായ നൂറ്റാണ്ട് ഇവിടെ പ്രവാചകന്മാരില്ലാതെ വന്നപ്പോൾ പരിപാവനമായ കഅബാലയത്തിങ്കൽ 366 വിഗ്രഹത്തിനെ കയറ്റി വെച്ചെങ്കിൽ ഈ ലോകത്ത് മൊത്തം ഈ ഒരു തകരാറ് സംഭവിച്ചു. അതുപോലെ കേരളത്തിനും സംഭവിച്ചു, ഇന്ത്യ രാജ്യത്തും സംഭവിച്ചു. ഭർത്താവ് മരിച്ചാൽ ഭാര്യ ജീവിക്കണ്ട. നോക്ക്, 33 കോടി ദൈവങ്ങളുണ്ടായി. ഋതുമതിയായാൽ പെൺകുട്ടികൾ വീട്ടിൽ കിടക്കാൻ പാടില്ല. അവർ താമസിക്കേണ്ടത് വനാന്തരത്തിലാണ്. മാറ് വളർന്നാൽ ഒരു പെൺകുട്ടിക്ക് മാറ് മറക്കാൻ അവകാശമില്ല. ഇതൊക്കെ ഈ രാജ്യത്ത് വന്ന ജീർണിച്ച സംസ്കാരങ്ങളാണ്. ഇതൊക്കെ മറ്റവും കൊണ്ടുവന്നതാ. ഇതെല്ലാം ഇവിടെ അഴിഞ്ഞാടിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ നൂറുമായിട്ട് ഇവിടെ സഹാബാത്ത് വന്നത്. കണ്ടോ? അല്ലാണ്ട് ആദ്യമായിട്ട് വന്നതല്ല. അത് ആദ്യമായിട്ട് വന്നതല്ല. ആദ്യം വന്നത് ഇത് തന്നെയാണ്. ആ വന്നതിന്റെ ആണ് ഉമർ ഖാലി തങ്ങൾ ചോദിച്ചത്, എടാ നീ വലിയ ഉപായമായി നിന്റെ ആരാടാ വല്ലുപ്പ, എന്റെ വല്ലുമ്മ ആരാടാ? ആ ഒറ്റ ചോദ്യത്തിൽ പീസായി പോയി. ഉണ്ടോ? യോജിപ്പോ. അപ്പൊ ബഹുമാനികളെ, പോട്ടെ പോട്ടെ, ഈ ഉമ്മത്തിനെ തല്ലുപിടിപ്പിക്കാനും വഴക്കടിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു സബബായിട്ട് പല സ്ഥലത്തും ഇപ്പൊ പള്ളികൾ മാറിക്കൊണ്ടിരിക്കുക. മന്നത്ത് പപ്പനാവൻ ഔലിയായൊന്നും അല്ല. മന്നത്ത് പപ്പനാവന് ഔലിയായല്ല. പക്ഷെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? ചേട്ടാ ഈ കാക്കമാരെ കൊണ്ട് വലിയ ശല്യമുള്ളൂന്ന്. അപ്പൊ ചേട്ടൻ പറഞ്ഞാന്നറിയോ, നിങ്ങൾ ഒരു നിലയ്ക്കും വിഷമിക്കണ്ട, അവന്മാർക്ക് ഒരു 3 സെന്റ് സ്ഥലം പള്ളി വെക്കാൻ നിങ്ങൾ അങ്ങോട്ട് ഇട്ടു കൊടുക്കും. എന്നിട്ട് നിങ്ങളും കൂടെ കാര്യം നോക്കുക, അവരതേ കെട്ടിപ്പിടിച്ച് അവിടെ കിടന്നോളൂ. എല്ലും കഷ്ണം ചില്ലപ്പട്ടിക്ക് കിട്ടിയതുപോലെ അതിങ്ങനെ കടിക്കും, അതേ കിടന്നു. പല ഭാഗത്തും ഇന്ന് സംഭവിക്കണതാ. ഫോട്ടോമാനികളെ നമ്മുടെ വിഷയപ്പൊന്നുമല്ല, ഞാൻ പറഞ്ഞു വന്നതൊന്ന് തീർത്തക്കട്ടെ. രണ്ടാമത്തേതാ വയുനസ്സിലുൽ ഗൈസ. മഴ എപ്പോഴാണ്, എവിടെയാണ്, എത്രയാണ് പെയ്യുക എന്നുള്ളത് പടച്ച തമ്പുരാന്റെ അടുക്കൽ മാത്രം നിക്ഷിപ്തമായ ഇൽമാണ്. ഒരു മനുഷ്യർക്ക് അതിനെ പറ്റി ഇൽമ കിട്ടൂല. കിട്ടുമായിരുന്നെങ്കിൽ ബഹുമാനികളെ ഇതുപോലുള്ള സംഭവങ്ങൾ ലോകത്ത് നടക്കുമായിരുന്നു. അതിനാ ഞാൻ പിന്നെ നെടുവങ്ങാട്ടത്തെ കാര്യം ചോദിച്ചത്. മൂന്നാമത്തേത് യഅലമു മാ ഫിൽ അർഹാം. ഗർഭത്തിലുള്ളതിനെ സംബന്ധിച്ച് പടച്ച തമ്പുരാൻ അറിയുകയുള്ളൂ. ഗർഭത്തിലുള്ളതിനെ സംബന്ധിച്ച് മനുഷ്യർക്ക് അറിയില്ല. അതും തെറ്റാണല്ലോ വാമശിലരെ. എന്താ, ഇപ്പൊ ഒരു 3-4 മാസമൊക്കെ ആയിക്കഴിഞ്ഞാല് ഗർഭസ്ഥ ശിശുവിനെ സംബന്ധിച്ച് ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി ഏതാണെന്ന് കറക്റ്റായിട്ട് അറിയാം. ആൺകുട്ടിയാണെങ്കിൽ വളരാൻ അവസരം കൊടുക്കാം, പെൺകുട്ടിയാണെങ്കിൽ കൊല നടത്താം. ഇന്നിപ്പോ അതിനൊക്കെ ഇപ്പൊ നിയമം അനുകൂലിച്ചിട്ടുണ്ട്. ഗർഭത്തിൽ നിന്നൊരു കുഞ്ഞ് മരിച്ച് പുറത്തേക്ക് വന്നാൽ മാതാവും പിതാവും ജയിലറെ പോകേണ്ടി വരില്ല. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് പ്രകാരം ഒരു മാതാവും പിതാവും ശിക്ഷയ്ക്ക് അർഹരാകുന്നില്ല. 100-250 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ അങ്ങോട്ട് കൊടുത്താൽ ആ കുഞ്ഞ് ദ്രവിച്ച് വളരെ സുഖമായിട്ട് പെണ്ണിന്റെ ആ പുറത്തേക്ക് പോകേണ്ട ഭാഗത്തൂടി കുഞ്ഞങ്ങോട്ട് പുറത്തേക്ക് പോയാൽ ചുരുങ്ങിയത് 25 ലക്ഷം രൂപ ലാഭം ഉണ്ടാവും. പെൺകുട്ടി പ്രസവിച്ച് പെൺകുട്ടി ഇവിടെ പ്രസവിക്കപ്പെട്ടാൽ ആ കുട്ടി 10-16 വയസ്സ് പ്രായമെത്തിയാൽ 25 ലക്ഷം രൂപ മുടക്കേണ്ടതായ സ്ഥാനത്ത് 250 രൂപ 4 മാസോ 3.5 മാസോ എത്തുമ്പോൾ 250 രൂപ മുടക്കിയാൽ ക്ലീൻ. അപ്പൊ പിന്നെ ഇപ്പൊ യഅലമു മാ ഫിൽ അർഹാം എന്ന് അല്ലാഹു തആല പറഞ്ഞത് തെറ്റല്ലേ? ഗർഭപാത്രത്തിലുള്ളത് അല്ലാഹുവേ അറിയുള്ളെങ്കിൽ ഇന്ന് ഈ ലോകത്ത് ഇതൊക്കെ നടക്കണേ എങ്ങനെയാ? നടന്നുകൊണ്ടിരിക്കും. പടച്ച തമ്പുരാൻ പറഞ്ഞത്
ഗർഭത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെട്ടതിന്റെ ശേഷം ഉണ്ടാവുന്നതിനെ സംബന്ധിച്ചല്ല. യഅലമു മാ ഫിൽ അർഹാം, ഗർഭത്തിലുള്ള കുഞ്ഞിനെ അറിയുന്നത് 4 മാസമെത്തുമ്പോൾ ആ കുഞ്ഞ് ശരിയായ പൂർണ്ണമായ ഒരു കുഞ്ഞായി രൂപപ്പെട്ടു. അത് ഈ തൊലിയുടെ ഉള്ളിൽ കിടക്കുന്നത് അറിയുന്നതിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ബഹുമാനികളെ. ലോകത്തുനിന്ന് അതാ നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ നിഷേധത്തരത്തിലേക്ക് ബഹുമാനികളെ, ജഹാലത്തിലേക്കാണ് മടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബദഅൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദഅ നബിയുനാ റസൂലുള്ളാഹി. തുടക്കത്തിലെ നാശം ഏതുപോലെയാണോ അതുപോലെ തന്നെ ഒടുക്കത്തിലെ നാശവും വന്നുകൊണ്ടിരിക്കുന്നു. ശരിയല്ലേ? അതിനേക്കാളും കടുപ്പല്ലേ? എന്റെ ബഹുമാനികളെ, കൊലപാതകം സബ്ഉൽ മൂബിഖാത്തിൽ പെട്ടതാ. ഇജ്തനിബു സബ്ഉൽ മൂബിഖാത്ത്, അല്ലാഹ് പൊറുക്കാത്ത 7 തെറ്റുകൾ നിങ്ങൾ ഒഴിവാക്കൂ മനുഷ്യരെ. അശ്ശിർകു ബില്ലാഹ്, ഒന്നാമത്തേത് അല്ലാഹുവിനോട് പങ്കുചേർക്കലാണ്. രണ്ടാമത്തേത് അൽ ഖത്ൽ, കൊല. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത തെറ്റാ ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ പലരും മാന്യന്മാരും മാന്യതകളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക. ആ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ കടുപ്പം മുൻഗാമികൾക്കുണ്ടായതെന്താ? അവരൊക്കെ ജനിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൊല്ലലാണ്. നബിത്തങ്ങൾ ഇങ്ങനെ വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, സഹാബാക്കൾക്ക് നസീഹത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിനെ സംബന്ധിച്ച്. ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിൽ കൂടി അരുവികൾ ഒലിക്കുന്ന തോട്ടം സ്വർഗത്തിലുണ്ട്. എന്നിട്ട് നബിത്തങ്ങൾ പറഞ്ഞു ഖാലിദീന ഫീഹാ അബദ, ഒരിക്കലും പുറത്തേക്ക് പോകണ്ടാത്ത വിധത്തിലുള്ള സുഖസന്തോഷങ്ങൾ അതിനകത്തുണ്ട്. ഇങ്ങനെ സ്വർഗത്തിനെ സംബന്ധിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുമ്പോഴേ സദസ്സിന്റെ ഉള്ളിൽ നിന്നൊരു തേങ്ങല് കേൾക്കാം. നബിത്തങ്ങൾ സംസാരം നിർത്തിയിട്ട് ശ്രദ്ധിച്ചു, ആരാ കരയണേന്ന്. എന്താ അവിടെ ആ തേങ്ങല് കേൾക്കണേന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടായി. അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ സങ്കടം പൊട്ടി. നബിത്തങ്ങൾ ചോദിച്ചു, ആരാ ഒന്ന് എഴുന്നേറ്റ്, എന്തിനാണ് കരയണ, എന്തിനാ? ആ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് സങ്കടത്തോടെ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഈ വിശേഷിപ്പിക്കപ്പെട്ട സ്വർഗം എനിക്ക് നിഷിദ്ധമാണ് നബിയേ. എന്താ നിങ്ങൾ ഈ പറയുന്നത് സഹോദരാ? ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ അനുഗ്രഹത്തെ പറ്റി നിങ്ങൾ ഇങ്ങനെ വർത്താനം പറയല്ലേ? അതേ നബിയെ, ഈ സ്വർഗത്തിന് ഞാൻ അവകാശിയല്ല. ഇങ്ങോട്ടടുത്തേക്ക് വാ. നബി തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങളെ കൊണ്ട് ഈ പറയിപ്പിക്കാൻ കാരണം? ഇങ്ങനെ ഒരു വാക്ക് നിങ്ങൾ പറയാൻ കാരണം എന്താണ്? അള്ളാഹുവിന്റെ റസൂലെ, ജാഹിലിയ കാലഘട്ടത്തിലുള്ള ഞങ്ങളുടെ സ്വഭാവം തങ്ങൾക്ക് അറിയാമല്ലോ. ഇദാ ബുശ്റാ അഹദുക്കും ബിൽഉൻസാ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, പെൺകുഞ്ഞ് ജനിച്ചാൽ നെറ്റി ചുളുങ്ങുകയും ദേഷ്യപ്പെടുകയും ചെയ്യുക. ഈ കഴിഞ്ഞ ദിവസം കണ്ട് കേരളത്തിലല്ല, പെൺകുട്ടി ജനിച്ചതിന്റെ പേരിലെ പെണ്ണുപിള്ളേനെ തല്ലിക്കൊന്നു ഭർത്താവ്. ഏത് രാജ്യത്താണെന്ന് ഞാൻ ഓർക്കണില്ല, പേപ്പറിൽ അടുത്ത ദിവസം വായിച്ചതാണ്. ഇന്നും ഇത് നിർബാധം നടന്നുകൊണ്ടിരിക്കുക. ഈ തെമ്മാടിത്തരം, ഈ അക്രമം, ഈ കൊലപാതകം. നബിത്തങ്ങളുടെ മുമ്പിൽ സഹാബി പറഞ്ഞ വർത്താനം കേട്ടോ. നബിയെ, ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ സ്വഭാവം, പെൺകുഞ്ഞ് ജനിച്ചാൽ ഞങ്ങളുടെ നെറ്റി ചുളുങ്ങും. ഞങ്ങൾക്കതൊരു വലിയ ദേഷ്യമാണ്, മാനക്കേടാണ്, നാണക്കേടാണ്. അള്ളാന്റെ റസൂലെ, ഞങ്ങളുടെയൊക്കെ ഭാര്യമാര് ഗർഭവതിയായാൽ പ്രസവത്തിലേക്ക് അടുക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ പതിവ് ഈന്തപ്പനത്തോട്ടത്തിൽ പനയുടെ ചോട്ടിൽ കുഴി കുഴിക്കലാണ്. എന്നിട്ട് പ്രസവ വേദന തുടങ്ങുന്ന ഭാര്യയെ ആ കുഴിയുടെ സമീപത്തേക്ക് എത്തിക്കുകയും അവിടെ കുറുകെ വച്ചിരിക്കുന്ന പലകയിൽ ശ്രീ ഭാര്യനെ ഇരുത്തിക്കൊണ്ട് ഈന്തപ്പനത്തിലേക്ക് ചാരിക്കൊണ്ട് 2 കാലുകളും കുഴിയുടെ 2 ഭാഗത്തേക്ക് വെപ്പിക്കും റസൂലുള്ളാഹ്. പ്രസവിച്ചു വരുന്നതായ കുഞ്ഞിന് കൈനീട്ടി വാങ്ങിക്കുന്നത് ഭർത്താക്കന്മാരായ ഞങ്ങളാണ്. അങ്ങനെ കയ്യിലേക്ക് കിട്ടിയതായ കുഞ്ഞിനെ വളർത്തേണ്ട കുഞ്ഞാണോ തകർക്കേണ്ട കുഞ്ഞാണോ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും നബിയെ. തകർക്കേണ്ട കുഞ്ഞാണ്, അതായത് പെൺകുഞ്ഞാണ് ആ ജനിച്ചു വീണതെങ്കിൽ ഞങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് ആ കുഞ്ഞിനെ ഉയർത്തിക്കൊണ്ട് താഴ്ത്തപ്പെട്ട കുഴിയിലേക്ക് ഞങ്ങൾ വലിച്ചെറിയും റസൂലുള്ളാഹ്. എന്നിട്ട് ഞങ്ങൾ കുഴിക്കരയിൽ കാത്തു നിൽക്കും. എന്തിന്? മറുപിള്ള പ്രസവിച്ച് താഴേക്ക് വീഴാനാണ്. മറുപിള്ള കൂടി വീണാൽ കുഴിച്ചെടുത്ത മണ്ണ് കുഞ്ഞിന്റെ മുകളിലേക്ക് വെട്ടിമാടിയിട്ട് തന്റെ ഭാര്യനെ കൈപിടിച്ച് വിടും, കുടുംബത്തിലേക്ക് കൊണ്ടുവരും റസൂലെ. ഞങ്ങളുടെ പതിവ് അങ്ങനെയാണ്. ആൺകുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിനെ തള്ളയുടെ മടിയിലേക്ക് വെക്കുകയും അതിനെ വളർത്താൻ ഞങ്ങൾ അനുവദിക്കുകയും റസൂല് ചെയ്യും റസൂലെ. അങ്ങനെയുള്ള പതിവ് ഞങ്ങളുടെ ഇടയിലുള്ളപ്പോൾ എന്റെ ഭാര്യയും ഇതുപോലെ ഗർഭവതിയായി റസൂലുള്ളാഹ് പ്രസവത്തിന്റെ സമയമെടുത്തപ്പോൾ എന്റെ ഈന്തപ്പന തോട്ടത്തിൽ ഞാൻ കുഴിച്ചതായ കുഴിയുടെ സമീപത്തേക്ക് കൊണ്ടുപോയി നബിയെ. അങ്ങനെ ഇരുത്തേണ്ടതുപോലെ ഇരുത്തി ഭാര്യ പ്രസവിച്ചതായ കുഞ്ഞിനെ ഞാൻ കൈനീട്ടി വാങ്ങി റസൂലുള്ളാഹ്. ലിംഗനിർണയം നോക്കുമ്പോൾ അതിനെ കുഴിച്ചു മൂടേണ്ട കുഞ്ഞാൻ.
അതിനെ കുഴിയിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി ഞാൻ തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തുമ്പോൾ പ്രസവ വേദനയിൽ പൊളഞ്ഞതാ എന്റെ ഭാര്യ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. റസൂലേ, എന്നോട് അവൾ കേണപേക്ഷിച്ചു യാചിച്ചു. പ്രിയപ്പെട്ടവരെ, മറ്റാരും അറിയാതെ വളരെ രഹസ്യമായിട്ട് ഈ പെൺകുഞ്ഞിനെ ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ വളർത്തിക്കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ഇതിനെ കൊല്ലാതെ എനിക്കൊന്ന് വളർത്താൻ അനുവദിക്കണേ. എന്റെ ഭാര്യയുടെ ആ സങ്കടവും ആ കരച്ചിലും ആ അപേക്ഷയും എന്റെ മനസ്സിനെ അലിയിച്ചു റസൂലുള്ളാഹ്. ഞാൻ ആ കുഞ്ഞിനെ കുഴിയിലേക്ക് വലിച്ചെറിയാതെ അവളുടെ മടിത്തട്ടിൽ ആ കുഞ്ഞിനെ വെച്ചു കൊടുത്തു. എന്റെ കുടുംബത്തിൽ ഒരു പെൺകുഞ്ഞ് വളരുകയാണ്. കുട്ടി വളരുന്തോറും ഞാൻ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആരെങ്കിലും കുഞ്ഞിനെ കണ്ടാലോ, വീടിന്റെ ചുറ്റുമതിലിന്റെ ഉള്ളിലിട്ടാണ് ഭാര്യ വളർത്തുന്നതെങ്കിലും ആരെങ്കിലും എന്റെ വീട്ടിൽ പെൺകുഞ്ഞ് വളരുന്നുണ്ടെന്ന് മനസ്സിലായാൽ എനിക്ക് പുറത്തേക്കിറങ്ങല് മാനക്കേടാണ് നബിയേ. കുഞ്ഞിങ്ങനെ തുള്ളിച്ചാടിന്റെ ഒരു ഘട്ടത്തിലേക്കൊക്കെ എത്തിത്തുടങ്ങി. ഞാൻ എന്റെ സ്നേഹിതന്മാരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞിരിക്കുമ്പോ കുഞ്ഞെങ്ങാനും യാദൃച്ഛികമായിട്ട് ഓടി എന്റെ അടുത്തേക്ക് വന്നാൽ പെൺകുട്ടി വളരുന്നുണ്ട് എന്നറിയുമല്ലോ. ഞാനൊരു തന്ത്രമെടുത്തു റസൂലുള്ളാഹ്. ഈ കുഞ്ഞിനി വളരൽ എനിക്ക് വളർത്തൽ എനിക്ക് യോജിച്ചതല്ല, എന്റെ മാന്യതയ്ക്ക് നിരക്കാത്തല്ല എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് എന്റെ ഭാര്യയോട് ഞാനൊരു തന്ത്രം പറഞ്ഞു. നബിയേ, നമ്മുടെ വീട് ഇതുവരെയും കുഞ്ഞുമോള് കണ്ടിട്ടില്ല, അതുകൊണ്ട് നല്ല ഉടുപ്പിടിക്കണം, നല്ല മാലകളൊക്കെ ചാർത്തണം, സുഗന്ധമൊക്കെ പൂശണം. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി എന്നൊക്കെ കുടുംബക്കാരെയൊക്കെ കാണിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം. എന്റെ ഭാര്യ അത് വിശ്വസിച്ചു റസൂലുള്ളാഹ്. ഒരിക്കലും എന്നെ അവൾ സംശയിച്ചില്ല. എന്റെ കുഞ്ഞിനെ ഉടുപ്പിടിച്ചു നബിയെ, പൂമാലകൾ ചൂടിച്ചു റസൂലേ, സുഗന്ധങ്ങളൊക്കെ പൂശി നബിയെ എന്റെ കയ്യിലേക്ക് തന്നയച്ചു റസൂലുള്ളാഹ്. ഞാൻ ആ കുഞ്ഞിനെ എടുത്ത് എന്റെ തോളത്ത് കിടത്തി ഞാനിങ്ങനെ നടക്കുകയാണ്. എന്റെ കുടുംബ വീട്ടിലേക്കല്ല നടന്നത് നബിയെ, വനാന്തരത്തിൽ ഞാൻ നേരത്തെ കണ്ടുവച്ചതായ ആഴമേറിയ പൊട്ടക്കിണറിന്റെ സമീപത്തേക്കാണ് ഞാൻ നടന്നത് റസൂലുള്ളാഹ്. ആ കിണറിന്റെ സമീപത്തെത്തുമ്പോഴേക്കും കുഞ്ഞ് നല്ല ഉറക്കത്തിലായി. ഞാൻ ആ കുഞ്ഞിനെ എന്റെ തോളിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തു പൊക്കുമ്പോൾ കണ്ണു തുറന്നതായ കുഞ്ഞന്റെ കഴുത്തിലേക്ക് കെട്ടിപ്പിടിച്ചു നബിയേ. ആ കുഞ്ഞിന്റെ ചുണ്ട് എന്റെ കവിൾത്തടത്തിലേക്ക് ചേർത്തുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, യാബി ലാ തബത്തിൽ അമാനത ഉമ്മി, എന്റെ ഉപ്പിച്ചി എന്നെ കൊല്ലല്ലേ ഉപ്പ. ആ കുഞ്ഞിന്റെ പ്രായത്തിന്റെക്കാൾ കവച്ചു വെച്ചുള്ള വർത്താനായിരുന്നു. ആ കുട്ടിയുടെ പ്രായത്തിന്റെ പരിധി അനുസരിച്ചുള്ള വർത്താനം അല്ലായിരുന്നു നബിയെ. വളരെ വ്യക്തമായ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു. എന്റെ കഴുത്തിലേക്ക് അത് അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. കെട്ടിപ്പിടിച്ചിട്ട് എന്റെ കവിൾത്തടത്തിലേക്ക് ആ കുഞ്ഞിന്റെ ചുണ്ട് ചേർത്തുകൊണ്ടാ വിളിച്ചു പറയുന്നത്, ഉപ്പാ എന്റെ ഉമ്മാനോട് വിശ്വാസവഞ്ചന ചെയ്യല്ല ഉപ്പാ, എന്നെ കൊല്ലല്ല ഉപ്പാ. അങ്ങനെയെല്ലാം വിളിച്ചു പറഞ്ഞെങ്കിലും എന്റെ മനസ്സിന് അലിവുണ്ടായില്ല റസൂലേ. വനാന്തരത്തിൽ ഈ പച്ചിലയൊക്കെ തിന്ന കുഞ്ഞ് ജീവിക്കും, ഈ തൊണ്ടൊക്കെ തിന്ന കുഞ്ഞ് ജീവിക്കും, പക്ഷേ എന്റെ മനസ്സിന് അലിവ് വന്നില്ല റസൂലേ. ശിലാഹൃദയനായ ഞാൻ ആ കുഞ്ഞിനെ ബലമായിട്ട് വലിച്ചു പറിച്ചെടുത്തു റസൂലുള്ളാഹ്. ആഴമേടിയ കിണറിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിഞ്ഞു നബിയേ. താഴെ കിടന്ന ആ കുഞ്ഞിന്റെ തേങ്ങിക്കരച്ചിൽ കേട്ടപ്പോൾ കരിമ്പാറകൾ എടുത്ത് ഞാൻ ആ കുഞ്ഞിന്റെ ശിരസിലേക്ക് ലക്ഷ്യം വെച്ച് വലിച്ചെറിഞ്ഞു റസൂലുള്ളാഹ്. ഇദൽ മൗഊദത്തു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. നബി തങ്ങൾ കണ്ണുനീര് തൂത്തിട്ട് പറഞ്ഞു, സഹോദരാ, നാളെ മഹ്ശറ വൻസഭയിൽ കുഞ്ഞു ചോദിക്കും, ഉപ്പാ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ കൊല ചെയ്തത് എന്ന് പിതാവാകുന്ന നിങ്ങളോട് റബ്ബിന്റെ കോടതിയില്ല കുഞ്ഞു ചോദിക്കും സഹോദരാ. പക്ഷേ നിങ്ങൾ അജ്ഞതയുടെ കാലഘട്ടത്തിൽ ചെയ്തത് കൊണ്ട് ഇതിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ അതിനു മുമ്പ് ചെയ്തതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മാച്ചുകളയുമെന്നുള്ള ആ വ്യക്തമായ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാപ്പ് തന്നേക്കാം സഹോദരാ. നിങ്ങൾ പടച്ചോമ്പുരാനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്ന അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഈ നിലയ്ക്ക് ഒരു കുഞ്ഞിനെ കൊല ചെയ്ത ഒറ്റപ്പെട്ട സംഭവം ഇന്നുണ്ട് ബഹുമാനികളെ. ഫത്ഹ് മക്ക എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ആജിമാരെയൊക്കെ കാണിക്കാൻ വേണ്ടി കൊണ്ടു. പിന്നെ ആ മദീന റോഡിന്റെ ഭാഗത്ത് ചുരുങ്ങിയതൊരു 15 സെന്റ് സ്ഥലമുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ചെന്നാൽ കാണാം, ഒരു 15 സെന്റ് വെച്ച് ചുരുങ്ങിയത് ഇങ്ങനെ വെറുതെ കാലിയാക്കി ഇട്ടിരിക്കുകയാണ്. തൊട്ട് അപ്പറേം തൊട്ട് ഇപ്പറേം റോഡ് ഇങ്ങനെ ഞെങ്ങി പോവുകയാണ്. തിരക്കായ വാഹനങ്ങൾ,
അത്രയും സ്ഥലത്തൊരു ബിൽഡിംഗ് ഉയർത്തിയാൽ 100 കണക്കിന് ഹാജിമാർക്ക് താമസ സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. നിവൃത്തിയില്ല, ഒഴിവാക്കിയിട്ടിരിക്കുകയാണ്. JCB വന്നു, പല എഞ്ചിനീയർമാരും വന്നു. ഈ JCB താഴ്ത്തുമ്പോൾ ഒന്നുകിൽ എഞ്ചിനീയർ ബോധം കെട്ട് വീഴും, അല്ലെങ്കിൽ JCB ഓഫായി പോകും. JCBയുടെ കൊഴുകൊണ്ടിട്ട് ഇങ്ങോട്ട് മാന്തി എടുക്കുമ്പോൾ കൊച്ചു കൊച്ചു കൈകളാണ് പൊങ്ങി വരിക. അവിടെ താമസിക്കുന്നുണ്ട് തഖിയുദ്ദീൻ ഹാജി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത്, അവിടുത്തെ സിറ്റിസണുള്ള ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞ സംഭവങ്ങളാണ് ഇതൊക്കെ. മാന്തുമ്പോൾ പൊങ്ങി വരുന്നത് അസ്ഥികളാണ്, സ്വർണത്തിന്റെ ആഭരണങ്ങളാണ്. അത് വലിയ വലിയ മുതലാളിമാർ ചെയ്യുന്ന പണിയാണ്. ആഭരണമൊക്കെ അണിയിച്ച പെൺകുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് കഅബയുടെ പരിസരത്തുള്ള ആ സ്ഥലത്ത് വന്നിട്ട് ജീവനോടെ അങ്ങോട്ട് കുഴിച്ചിടുകയാണ്. എൻ്റെ ബഹുമാനികളെ, ഈ നിലക്കുള്ള കൊലപാതകങ്ങളും അക്രമങ്ങളും ഒക്കെയാണ് അന്ന് നടന്നെങ്കിൽ ഇന്ന് നമ്മളൊന്നും ഇതിൽ നിന്ന് ഒഴിവായവരല്ല ബഹുമാനികളെ. അതിനേക്കാൾ വലിയ അക്രമം, അതിനേക്കാൾ വലിയ കൊലപാതകങ്ങൾ ചെയ്യുന്നവരാണ് നമ്മളിൽപ്പെട്ട പലരും. ഇന്ന് അങ്ങനെയല്ലേ? എന്താ ഇപ്പൊ അതിന്റെ പേര്? അതിന്റെ പേര് കുടുംബാസൂത്രണം എന്നാണ്. നാം 2 നമുക്ക് 2 ഇപ്പൊ പോയി, നാം 1 നമുക്കൊന്ന്, ആ നിലവാരത്തിലേക്ക് എത്തി. എന്താ ബഹുമാനികളെ ഇതിന്റെ പേര്? ജനിക്കാൻ പോലും അനുവദിക്കാതെ, ജനനിക്കാൻ പോലും അനുവദിക്കാതെ, ആ ജനിക്കേണ്ടതായ മാർഗങ്ങൾ വരെ കട്ട് ചെയ്ത് കളയുന്ന ധിക്കാരത്തിലേക്ക് നമ്മൾ എത്തിയെങ്കിൽ കൊലയാളികളല്ലേ ബഹുമാനികളെ? അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാത്ത തെറ്റിന്റെ ഉടമകളല്ലേ നമ്മിൽപ്പെട്ട പലരും. ഞാൻ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയല്ല. ആദ്യത്തെ പ്രസവം സിസേറിയൻ, രണ്ടാമത്തെ പ്രസവം സിസേറിയൻ. ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇനി പ്രസവിക്കാനുള്ള യോഗ്യതയില്ല, ആരോഗ്യമില്ല, അതുകൊണ്ട് പ്രസവം ഈ രണ്ടാമത്തോടുകൂടി അവസാനിപ്പിച്ചേക്കണം. ആരോ മാനുകളെ ഇപ്പൊ ഇതിനെ എതിര് പറയണത്? ഏത് ആലിമ ഇപ്പൊ ഇതിനെതിര് പറഞ്ഞത്? ആരാ ഇപ്പൊ ഇതിനെ കുറ്റപ്പെടുത്തുന്നത്? ആരോഗ്യമില്ലാത്തതിന്റെ പേരിൽ വൈദ്യശാസ്ത്രം പ്രസവം നിർത്തി. ആരാ ഇപ്പൊ ഇതിനെതിര് പറയണത്? ഇതങ്ങനെയല്ലല്ലോ. ഒരു കാരണവുമില്ലാതെ നമുക്ക് 2 കുഞ്ഞു മതി. ലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. ഖുർആൻ പറയാണ്, ദാരിദ്ര്യത്തിനെയും ബുദ്ധിമുട്ടിനെയും ഭയന്നുകൊണ്ടിട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൊല ചെയ്യല്ലേ. ലോകത്ത് നടക്കണതല്ലേ. എന്തിനാ മാനുകളെ കുടുംബാസൂത്രണം? എന്തിനാ? വരുമാനം കുറവാ, പിള്ളേരിങ്ങനെ വെറുവെറുന്നും ഉണ്ടായാൽ പറ്റൂല, അത് 2 എണ്ണം മതി, അല്ലെങ്കിൽ 1 എണ്ണം മതി, സുഖമായിട്ട് ജീവിക്കാം. നിങ്ങളടുത്ത് പരിശോധിച്ച് നോക്കിക്കോട്ടോ. ആ ഉദ്ദേശത്തിൽ ഏത് സ്ത്രീയുടെ പ്രസവത്തിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ ആ കുടുംബത്തിൽ സ്വസ്ഥതയില്ല. നിങ്ങളടുത്ത് പരിശോധിച്ച് നോക്കിക്കോ. തല തിരിഞ്ഞു പോയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ട് കാര്യമുണ്ടോ? നന്നായിട്ട് പഠിച്ചുകൊണ്ട് നടന്ന വച്ചാണ്. ടീച്ചർ രക്ഷിതാക്കളെ ക്ലാസ്സിലേക്ക് വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഒന്ന് ENT കാണിക്കണം. എന്തേ? ചെവിക്ക് കേൾവി കുറവുണ്ടോയെന്ന് സംശയമുണ്ടെന്ന് പറയും. അങ്ങനെ അവളെ ചെന്ന് കഴിച്ചപ്പോൾ ചെവിക്കും കേൾവി കുറവുണ്ട്, കണ്ണിനും കാഴ്ച കുറവുണ്ട്, ആകപ്പാടെ ഒരു പിള്ളേ മതിയെന്നും പറഞ്ഞുകൊണ്ടൊക്കെ കൈകാര്യം ചെയ്താണ്. ഇതിങ്ങനെ നല്ല ഉഷാറായിട്ടൊക്കെ വളർന്നു പോകുന്നതാണ്. തത്ത പറയുന്നതൊക്കെ പറഞ്ഞൊക്കെ പോകുന്നതാണ്. 3ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ് ഇപ്പോൾ ഈ സൂക്കേട്. അന്വേഷിച്ച് വെച്ചപ്പോൾ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടാനും നിവൃത്തിയില്ല, ചെവി ഉണ്ടാക്കാനും നിവൃത്തിയില്ല. ഇതിനാണിങ്ങനെ ചക്കപ്പോത്തും അല്ലെങ്കിൽ ഇങ്ങനെ വണ്ണം കൂടി 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 കൂടിയും വരുവാണ്. ഇനിയിപ്പോൾ എന്തുട്ടാ ചെയ്യണം? ഇനിയിപ്പോൾ എന്തുട്ടാ ചെയ്യണം? എങ്ങനെ എന്തേ വഴിയൊക്കെ കെട്ടി ചെയ്തു കൊല? ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് അന്വേഷിക്കേ. അതല്ലെങ്കിൽ തന്തയ്ക്കും തള്ളിക്കും ഒരു സുഖം ഉണ്ടാവില്ല. നല്ല ആരോഗ്യമുള്ള പെണ്ണുമ്പിള്ളായിരിക്കും. ഈ കുടുംബാസൂത്രണം അങ്ങ് നടത്തിയോടുകൂടി പിന്നെ പെണ്ണുമ്പിള്ള കൂഴച്ചക്ക പോലെയായി. ഒന്നിനും കൊള്ളൂല, ആരോഗ്യമില്ല, നടക്കാനും നിവൃത്തിയില്ല, ആകെ പ്രശ്നമായി. നിങ്ങളെടുത്ത് നോക്കിക്കോ. കുടുംബാസൂത്രണം നടത്തിയേക്കണ കുടുംബം എവിടെയുണ്ടോ ഒരു നിലയ്ക്കും. കാരണം അത് അള്ളാന്റെ അധികാരത്തിലേക്ക് കൈയെടുത്തേക്കുക. അള്ളാഹ് പറയാ, നിങ്ങൾ എന്തിനാ കൊല്ലണം? നഹ്നു നർസുക്കും വയ്യാവും, നിങ്ങൾക്കും അവർക്കും ഭക്ഷണം തന്നത് ഞാനാണ്. അള്ളാഹു അല്ലേ ഇതൊക്കെ നിയന്ത്രിക്കുന്ന ബഹുമാനികളെ. റോഹിംഗ്യ എന്ന് വന്ന് നാടും വീടും ഇല്ലാണ്ട് വിട്ടുവന്ന ആൾക്കാരെ ഇപ്പോൾ രക്ഷിക്കാൻ വേണ്ടി ബംഗ്ലാദേശ് സർക്കാർ ഇപ്പോൾ കാര്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഇതാണ്. ഓരോരുത്തർക്കും 10-12 പിള്ളേരുണ്ട്. അപ്പം അങ്ങനെ ആയാൽ പറ്റൂലെന്ന് ആകെപ്പാടെ സർക്കാർ ഇപ്പോൾ ചെയ്യണ ഏറ്റവും വലിയ സേവനം ഇപ്പോൾ അതാണ്. റോഹിംഗ്യകൾക്ക് കുടുംബാസൂത്രണം ചെയ്യാൻ. അവരുടെ ഇടയിൽ അതുണ്ടായില്ലാന്ന്. ക്രിസ്ത്യാനികളൊക്കെ നിർത്തി തുടങ്ങി. അച്ഛന്മാരൊക്കെ പറഞ്ഞു ഇത് പാപമാണ്, ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇടയിലൊക്കെ ഇത് വ്യാപിച്ചു എൻ്റെ ബഹുമാനികൾ. അണുകുടുംബങ്ങളായി മാറിക്കൊണ്ടിരിക്കുക, കുരുങ്ങിക്കൊണ്ടിരിക്കുക. പൊട്ടപ്പെട്ടപ്പോൾ ഞാൻ എന്തത് പറഞ്ഞു വന്നെന്താ? ഈ 4ാമത്തെ മാസത്തിൽ ഇങ്ങനെ നോക്കി പറയണതിനെ പറ്റി അല്ല ഈ ഖുർആൻ പറഞ്ഞേ. യഅലമു മാ ഫിൽ അർഹാം, നീ നിന്റെ ഇണയുമായി ഇണ ചേർന്നതിന്റെ ശേഷം ആ ഭാര്യയുടെ ഗർഭത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ബീജത്തുള്ളി മനുഷ്യനാണോ, കൊരങ്ങാണോ, ആണാണോ, പെണ്ണാണോ, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നിന്റെ ശാസ്ത്രത്തിനെ കൊണ്ട് നീ മറുപടി പറ. ഇതാ ഖുർആൻ. ഖുർആൻ പറഞ്ഞ ഇതാ.
ആ ഗർഭത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ആ ഭ്രൂണം എന്താണ്? അത് മനുഷ്യക്കുഞ്ഞാണോ, കുരങ്ങാണോ, ആണാണോ, പെണ്ണാണോ? ലോകത്തിന് ഒരു നിലയ്ക്കുമുള്ള നിരീക്ഷണ പരീക്ഷണങ്ങളെ കൊണ്ട് ആ വളർന്നുകൊണ്ടിരിക്കുന്നതിനെ മനസ്സിലാക്കാൻ കഴിയില്ല. ഇതാ ഖുർആൻ. ഇതാണ് വെല്ലുവിളി. അല്ലാണ്ട് 4 മാസമല്ല. 4 മാസം ഖുർആൻ പറഞ്ഞത് മനുഷ്യനായി പൂർണ്ണമായി. പിന്നെ അത് പുറത്തേക്ക് വരാനുള്ള യോഗ്യതയ്ക്ക് വേണ്ടിയാണ് പിന്നെ 6 മാസം കൂടെ അതിനകത്തിട്ട് കിടത്തണത്. ഇതങ്ങനെയല്ല. അപ്പോ ഒന്നാമത്തേത് ലോകം എന്നാണ് അവസാനിക്കുക, രണ്ടാമത്തേത് മഴ എപ്പോഴാണ് പെയ്യുക, മൂന്നാമത്തേത് ഗർഭത്തിലുള്ളത് എന്താണെന്ന് അറിയുക, മൂന്നും അറിയില്ല. ഇത് നാലാമത്തേത് വമാ തദ്രി നഫ്സും ബിഅയ്യി വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ നീ എന്താണ് പ്രവർത്തിക്കുക എന്നുള്ളത് നിനക്കറിയില്ല. പറ, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പറ, നാളെ ഞാൻ ഇന്നത് ചെയ്യും. നീ ഇന്ന സമയത്ത് കത്തിയിട്ട് വരാമോ? കടാരി ഉണ്ടോ എൻ്റെ? പിന്നെ ഞാൻ കൊണ്ടുവന്നേക്കട, നാളെ ഈ സമയത്ത് തന്നെ നമുക്ക് അവനെ തട്ടാം. അങ്ങനെ കടാരിയൊക്കെ റെഡിയാക്കി ഇവൻ കാത്തിരിക്കുമ്പോൾ ഫോൺ വരികയാണ്. എടുത്തു നോക്കി, ഹലോ, ആ ഇക്ക, ഇപ്പൊ നിങ്ങളിപ്പോ എവിടെയാ? ഞാൻ ഇന്ന സ്ഥലത്തുണ്ടല്ലോ. അല്ലോ, അതെ, വാപ്പ മറിഞ്ഞേടി. നാളെ കൊല്ലാന്നൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ റെഡിയാക്കി വെച്ചതാണ് മറ്റവനെ. ഇവൻ തട്ടി. പറ ബഹുമാനികളെ, ആർക്കാണ് നാളെ ഞാൻ ഇന്നത് ചെയ്യുമെന്ന് നബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് അസ്ഹാബുൽ കഹ്ഫിനെ സംബന്ധിച്ചൊരു ചോദ്യം ചോദിച്ചു. നാളെ പറയാന്ന് പറഞ്ഞു. നാളെ പറയാന്ന് പറഞ്ഞിട്ട് വഹി നിന്നുപോയി. എന്നിട്ട് വഹീന്റെ തുടക്കം എങ്ങനെയാന്ന് പറയാ? നബിയെ, നാളെ ഒരു കാര്യവും ചെയ്യാമെന്ന് പറയരുത്, ഇല്ല ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ പറയാവുള്ളൂ. അപ്പൊ നാളെ നമുക്ക് രാവിലെ ഇന്ന സ്ഥലത്തേക്ക് പോകാം. നാളെ നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. ഇത് കൂട്ടാതെ ഒരു വാക്ക് നാളത്തെ കാര്യത്തിൽ പറയാൻ പാടില്ല. നിങ്ങൾക്ക് പറ, ഏതെങ്കിലും നിലയ്ക്ക് അതിനെ സംബന്ധിച്ച് വിവരം കിട്ടുമോ? ഇല്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. നീ ഏത് ഭൂമിയിലാണ് മരണപ്പെടുക എന്നുള്ളതും നിനക്കറിയില്ല. 5, നീ എവിടെയാണ് മരണപ്പെടുക എന്നുള്ളത് നിനക്കറിയില്ല. ഓടുവല്ലേ ഇവിടുന്ന്? ഗൾഫിൽ പോകാൻ വേണ്ടി കാത്തിരുന്നിട്ട് ഒരു നിലയ്ക്കും കാര്യങ്ങളൊക്കെ ആവണില്ല. അങ്ങനെ ഒരു വിധത്തില് പാസ്പോർട്ടായി വിസയായി ശരിയായി കഴിഞ്ഞപ്പോൾ കാശില്ല. അങ്ങനെ പെണ്ണുമ്പള്ളിയുടെ താലിമാലയൊക്കെ വിറ്റിട്ട് സംഗതി ഇവിടുന്ന് കയറി. അങ്ങനെ എയർപോർട്ടിൽ ചെന്നിറങ്ങി. പിന്നെ അവിടെ ജോലി തരാന്ന് പറഞ്ഞ ആളെ കണ്ടു. പിന്നെ അയാളോടൊപ്പം ഇങ്ങനെ കാറിനകത്ത് ഇങ്ങനെ പോവുകയാണ്, കമ്പനിയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിക്ക് ഇയാൾക്ക് ഒരു അസ്വസ്ഥത, ശരീരം മൊത്തം വേർക്കുകയാണ്. കൂടെയുള്ള ആളോട് പറഞ്ഞു, എനിക്കൊരു ഗ്ലാസ് വെള്ളം. അങ്ങനെ വണ്ടി നിർത്തി വെള്ളം വാങ്ങിക്കൊടുത്തു. സംഗതി ആ കാറേ കടന്ന് പെടഞ്ഞു മരിച്ചു. ഉണ്ടാവും. എന്തിനാ മാലികളെ ഗൾഫിലേക്ക് പോയത്? എന്തിനാ പോയത്? മരിക്കാൻ വേണ്ടി പോയി. കുടുംബത്തിനെ പോറ്റാനും പരിപാലിക്കാനുമാണ് പോയതെങ്കിലും ആള് പോയത് മരിക്കാൻ വേണ്ടിയാണ്. ആ മരിച്ചതായ മയ്യത്തിനെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ് പിന്നെ നടത്തുന്നത്. ഇത് നമുക്ക് യോജിച്ചതല്ല. ഏതെല്ലാം നാട്ടിലാ പോയി കിടന്ന് മരിക്കണം? നിർത്തുക. 5ാമത്തത് പോയി. ഏതൊക്കെ നാട്ടിലാ പോയി കിടന്ന് മരിക്കണോ മാനികളെ? മരിച്ചിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഇതൊന്ന് ശ്രദ്ധിക്കട്ടോ. മരിച്ചാ പിന്നെ എന്താ ചെയ്യാ? മരിച്ചാ പിന്നെ ജനാസ വളരെ അടിയന്തരമായിട്ട് തൃക്കാക്കര കൊണ്ടുവരണം, തൃക്കാക്കര പള്ളിപ്പറമ്പിൽ അടക്കണം. ഇത് ഇസ്ലാം അനുവദിച്ചതല്ല. ആകെപ്പാടെ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എന്താണെന്നറിയോ? ഗൾഫിൽ കിടന്ന് മരിച്ചു, കുറെ ദിവസം പാടുപെട്ടു, കുറെ പണങ്ങൾ മുടക്കി, ഇതിന്റെ ശരീരത്തിലേക്ക് ജനാസയിലേക്ക് വേണ്ടാത്തതെല്ലാം കുത്തിക്കയറ്റി. അല്ലാണ്ട് ഇപ്പൊ ഇത് കിടക്കൂല എത്ര ദിവസവും. ഈ സമയത്തെല്ലാം ഈ മയ്യത്ത് കിടന്ന് കരയാ. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജനാസ ഒരാളെങ്കിലും മരണപ്പെട്ടാൽ ജമ്മിന്റെ വക്കത്ത് വിട്ട് ഇവിടെ കിടത്താനേ നമുക്ക് പാടില്ല. നിയമം അങ്ങനെയാണ്. ജമ്മിന്റെ വക്കത്ത് എന്ന് പറഞ്ഞാൽ എത്രയാ? രാവിലെ 10 മണിക്ക് മരിച്ചാൽ ആ ജനാസയെ മാക്സിമം കിടത്താവുന്ന സമയം അസ്ർ വരെയാണ്. മഗ്രിബിന്റെ ടൈമിലാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ മാക്സിമം കിടത്താവുന്നത് ഇശാന്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ സുബഹിയുടെ ബാങ്കിന് മുമ്പ്. നമ്മൾ വല്ല ഇസ്ലാമാ കാക്കായ ദീനാന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ബഹുമാനികളെ. നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട ദീനും കൊണ്ട് അപ്പം നമ്മൾ കിടക്കണം. അതാ പറഞ്ഞ മുനാഫിക്ക് തരത്തിൽ കൂടെ പോണേ. അതുകൊണ്ടാണ് അല്ലാഹു തആല പുതിയ ആൾക്കാരെ അവിടെ ദീൻ നടത്താൻ വേണ്ടി കൊണ്ടുവന്നത്. അത് വേറെ വിഷയമായിട്ട് പോകും. അവിടെ നിന്നോട്ടേ. ആദ്യം മാത്രമൊന്നുമല്ല, വേറെ ധാരാളം ഉണ്ട്. ഇപ്പോഴും കേരളത്തിൽ അങ്ങനെയുള്ള വർക്കുകൾ നടത്തിക്കൊണ്ടിരിക്കേണ്ട ആൾക്കാർ കേരളത്തിൽ. ഈ സമയം ഇത്രയും സമയമാണ് ഇതിനെ കിടത്താൻ പാടില്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്താ?
കൂടുതൽ കാശും സൗകര്യമൊക്കെ ഉള്ള ആളാണെങ്കിൽ ദിവസങ്ങളോളം കിടത്തുക, ദിവസങ്ങളോളം. ഈ സമയമെല്ലാം കിടത്താൻ പാടില്ല എന്ന് മാത്രമല്ല, മയ്യത്ത് കരയാണെന്നാണ് നബിത്തങ്ങൾ പറഞ്ഞത്. നല്ല മയ്യത്താണെങ്കിൽ വേഗം കൊണ്ടുപോകുന്നുള്ള വിളി, മോശപ്പെട്ട മയ്യത്താണെങ്കിൽ എന്നെ നിങ്ങൾ എന്താ ചെയ്യുന്നെന്നുള്ള അങ്കലാപ്പ്, ഇതാണ് രണ്ടും. ഈ കരച്ചിൽ രണ്ടും അവസാനിക്കുന്നത് മിൻഹാ ഖലഖ്നാകും ഉണ്ടാ. മൂടപ്പല അങ്ങോട്ട് വച്ചാൽ നിങ്ങൾ തൂമ്പെടുക്കാൻ പോകണ്ടാന്ന്, പിന്നെ കൈ കൊണ്ട് അങ്ങ് വാരിയിട്ടേക്കണം. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും താറത്തൻ നുഖ്റ. അപ്പൊ കരച്ചിൽ വന്നു. അതുവരെയും കരച്ചില. എന്നാണ് ബഹുമാനികളെ എനിക്കും നിങ്ങൾക്കും പിടിമണ്ണിടുക? ആരുടെ മണ്ണാണ് ബഹുമാനികളെ നമ്മുടെ നെഞ്ചത്തേക്ക് ആദ്യമായിട്ട് വീഴുക? ആരൊക്കെയാണ് ബഹുമാനികളെ ആ മണ്ണ് വാരാൻ വേണ്ടി പങ്കാളികളാകുക? ആ നിലയ്ക്ക് നെഞ്ചത്തേക്ക് മണ്ണ് വീഴുമ്പോൾ ഖബറിലേക്ക് നമ്മൾ എന്താണ് ബഹുമാനികളെ സമ്പാദിച്ചിട്ടുള്ളത്? മരിക്കാൻ തയ്യാറാകുക ബഹുമാനികളെ, മരിക്കാൻ തയ്യാറാകുക. അതിനാപ്പ ഈ പരിപാടിയൊക്കെ, വേറെ ഒരു തയ്യാറെടുപ്പിനുമല്ല. ഇങ്ങനെ ഈ രീതിയിൽ പണവും മുടക്കി ഈ മയ്യത്തിനെ പ്രത്യേകമായ പെട്ടിയിലടച്ച് ഇവിടെ നാട്ടിൽ കൊണ്ടുവന്ന് ദിവസങ്ങളോളം കിടന്ന് കരഞ്ഞു. പെണ്ണുമ്പിള്ളയും മക്കളുമൊക്കെ കരഞ്ഞ് 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 തീർന്നു. അപ്പോഴാണ് ഇപ്പോൾ ഈ സാധനം വന്നേക്കണ്. അങ്ങനെ പെണ്ണുമ്പിള്ളേനെ ഇങ്ങനെ താങ്ങി പിടിച്ചിങ്ങനെ കൊണ്ടുവരും. സംഗതി പൊട്ടിച്ചേക്കുവാണല്ലോ. പൊട്ടിച്ചങ്ങനെ പെണ്ണുമ്പിള്ള നോക്കിയിട്ട് ഇത് എങ്ങനെയാ, വായ തുറന്ന് വർത്താൻ പറഞ്ഞാൽ വായിലേക്ക് കയറി മണം. വായ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് മൂക്കും പൊത്തിപ്പിച്ചില്ല ഒട്ടേ കുഴിച്ചിട്ടായിരുന്നു. ശരിയാണോ? അപ്പൊ പിന്നെ അതുകൊണ്ട് ആർക്കാ ഗുണം കിട്ടണേ? ദർസുള്ള പള്ളിയാണെങ്കിൽ ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? ഈ പെട്ടി അവന്മാർ വീട്ടിലേക്ക് കൊണ്ടുപോകില്ല. പിന്നെ ഒന്നോ വാപ്പാനെ കൊണ്ടുവന്ന പെട്ടി അത് വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട. പിന്നെ എന്ത് ചെയ്യാ, അത് അവിടെ അങ്ങ് വിട്ടേരെ. അത് പിന്നെ ഗുണപ്പെടുന്നത് ആർക്കാന്നറിയോ? അത് മുത്താലിമികൾ നിവർത്തി വല്ല വള്ളിയൊക്കെ വെച്ച് വട്ടി കെട്ടി അതിനകത്ത് കിതാബ് വെക്കാനോ അല്ലെങ്കിൽ വല്ല തുണി ഇടാനോ ഒക്കെ ഉപയോഗിക്കും. ആകെപ്പാടെ ഇപ്പം ഗുണമുള്ളത് അതാണ്. ചെയ്യാൻ പാടില്ല. ഇതെല്ലാം പടച്ചോന്റെ അടുക്കൽ കണക്ക് കൊടുക്കേണ്ട സ്വത്താണ്. ഇതിനെല്ലാം സമാധാനം പറയണം എന്നതിനേക്കാൾ ഉപരി ഈ പരിപാടി അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചു. കാരണം എന്താ? അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈ കടത്തിയേക്കുക. അള്ളാഹു ആണ് അവിടെ കൊണ്ടുപോയി മരിപ്പിച്ചത്. എന്തിനാ മരിപ്പിച്ചത്? അത് അള്ളാഹു തആല ഹക്ക് വീട്ടിയതാണ്. നിങ്ങളോടിപ്പോ പറഞ്ഞാൽ മനസ്സിലാവില്ല. തൃക്കാക്കര പള്ളിയിൽ മുല്ലാക്ക വാളിങ്ങോട് ഊരും. വാളൂരിട്ട് മുല്ലാക്കാതിരിക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് മാഷല മുസ്ലിമീനാന്ന് ഞങ്ങൾ പറയും. അപ്പം മൊയ്ലാര് വന്നിട്ട് മേടിച്ചോണ്ട് മിമ്പറിലേക്ക് കയറി പോവും. മുസ്ലിയാർ അവസാനം ആ ഖുതുബ എല്ലാം കഴിഞ്ഞിട്ട് കിതാബ് മടക്കി താഴത്തേക്കും കൊണ്ട് വരുമ്പോ ആ വാള് അവിടെ വച്ചോണ്ടല്ല അവനെ, പിന്നെ വാള് താഴത്തേക്ക് കൊണ്ടിട്ട് മുല്ലാക്കട ഇതിലേക്ക് കൊടുക്കും. കാരണം എന്താ? തന്ന ആക്കടെ അടുത്ത് ഈ സാധനം തിരിച്ചു കൊടുക്കേണ്ട കടമയുണ്ട്. ഇതാണ് അല്ലാഹു തആല ചെയ്തത്. കേരളത്തിൽ തൃക്കാക്കരയിൽ മരിച്ചതായ സയ്യിദോമ്മയിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖത്തറിൽ കൊണ്ടുപോയി മരിപ്പിക്കുകയാണ്. എന്താ? അല്ലാഹു തആല കടമ വീട്ടിയതാണ്. അള്ളാഹുവിന് ഹക്കുണ്ട്. എന്താ ഹക്ക്? ഈ സയ്യിദോമ്മയിനെ അവിടെ കൊണ്ടുപോയി ഇടണം. അത് അള്ളാഹുവിന്റെ കടമയിൽപ്പെട്ടതാണ്. എന്താ കടമ? ഈ സയ്യിദോമ്മ അടക്കമുള്ള പടപ്പുകളെ സൃഷ്ടിക്കാൻ നേരത്ത് പടച്ചതമ്പുരാൻ മുഖറബായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, മലക്ക് ഭൂമിയോട് ചെന്ന് വിവരം പറ, ഭൂമിയിൽ നിന്ന് ഞാൻ എൻ്റെ ഒരു പടപ്പുകളെ സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അവരാരെങ്കിലും എന്നെ അനുസരിച്ചാൽ അവർക്ക് ഞാൻ സ്വർഗമാ കൊടുക്കുന്നത്, അനുസരണക്കേടാ കാണിക്കെങ്കിൽ നരകാ കൊടുക്കുന്നത്. ചെന്ന് പറയാം. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഭൂമി, ഞാൻ നിങ്ങളിൽ നിന്ന് ഒരു പിടി മണ്ണെടുക്കാൻ വന്നതാണ്. ആ മണ്ണ് മനുഷ്യൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സൃഷ്ടികളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ആ സൃഷ്ടികളിൽ നിന്ന് പടച്ച തമ്പുരാൻ പറഞ്ഞു, അനുസരിക്കുന്നവരെ ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അനുസരണക്കേട് കാണിക്കുന്നവരെ നരകത്തിലേക്കും തള്ളും. തഫ്സീറുകൾ രേഖപ്പെടുത്തുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഇതങ്ങ് പറഞ്ഞു കേട്ടപ്പോ, എന്നിൽ നിന്നൊരു പടപ്പുകളെ അല്ലാഹുവേ നീ നരകത്തേക്ക് വേണ്ടി സൃഷ്ടിക്കുകയാണോ? പൊട്ടിക്കരഞ്ഞു. മനുഷ്യന് വേണ്ടി പൊട്ടിക്കരഞ്ഞതാണ് ഇന്ന് ഭൂമിയിലൂടെ ഒഴുകുന്ന നദികളെന്ന് തഫ്സീറുകൾ രേഖപ്പെടുത്തുകയാണ്. ഇന്നും ഭൂമി കരയുകയാണ്. ആർക്ക് വേണ്ടി? മനുഷ്യർക്ക് വേണ്ടി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മടങ്ങിപ്പോയി. രണ്ടാമതാ ചാൻസ് കൊടുത്തത് ബഹുമാനപ്പെട്ട മുഖറബായ മലക്ക് മീകായിൽ അലൈഹിസ്സലാം.
മൂപ്പരും വന്ന് പറഞ്ഞപ്പോൾ അവസ്ഥ ഇതാണ്, മടങ്ങിപ്പോയി. മൂന്നാമത് ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം, ആ മലക്കൂടെ വന്നിട്ട് പറഞ്ഞെന്നറിയോ, ഭൂമി നിന്നിൽ നിന്ന് അല്ലാഹു തആല ഒരു പടപ്പിനെ സൃഷ്ടിക്കുകയാണ്. ആ സൃഷ്ടികളെ അല്ലാഹു തആല കൈകാര്യം ചെയ്യുന്ന വിധി അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഓർഡർ നടപ്പിലാക്കലാണ് എൻ്റെ ഉദ്ദേശം. എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല. സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ മറ്റോ രണ്ടുപേരും തിരിച്ചുപോയി. എനിക്ക് നിന്റെ സമ്മതം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഖഹറായിട്ടാണ് അസ്റായീൽ അലൈഹിസ്സലാം ഒരു പിടി മണ്ണെടുത്തത്. ആ മണ്ണെടുത്ത് റബ്ബിന്റെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ അല്ലാഹു തആല കൊടുത്ത ഡ്യൂട്ടിയാണ് ഈ പടപ്പുകളിൽ നിന്ന്, ഈ സൃഷ്ടികളിൽ നിന്ന് മുഴുവൻ സൃഷ്ടികളുടെയും ആത്മാവിനെ പിടിക്കുന്ന ഡ്യൂട്ടി അസ്റായീലെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. അന്നാണ് ഡ്യൂട്ടി കൊടുത്തത്. അതുകൊണ്ടാണ് ഇപ്പൊ എന്തെല്ലാം പണ്ടപ്പാരാധീനം പറഞ്ഞാലും മൂപ്പര് കേൾക്കൂല. എന്താ, മൂപ്പര് ആ ഡ്യൂട്ടി നടപ്പിലാക്കി കൊണ്ടുപോകും. വിളിച്ചാലും രക്ഷയില്ല, കരഞ്ഞാലും രക്ഷയില്ല. ലൗലാ അഖറത്തിനി ഇലാ അജലിൻ, ഒരു വാക്കൊന്ന് പറയട്ടെ രക്ഷയില്ല. ഒരു പ്രാവശ്യം ഒന്ന് കണ്ണൂർ രക്ഷയില്ല. ഒരു ശ്വാസം ഒന്ന് കൊടുത്ത രക്ഷയില്ല. എന്താ, ഒരു നിമിഷം പോലും അങ്ങോട്ട് മുന്തിക്കാതെ പിടിക്കുന്ന ആ ജോലി അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്താണ്. കണ്ടാ, അപ്പൊ ഈ മണ്ണ് അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തപ്പോ ബാവാമുസ്ലിയാർ എടുക്കണ കാര്യമല്ല. ബാവാമുസ്ലിയാരോട് ഇവിടുന്ന് ഒരു പിടി മണ്ണെടുക്കാൻ പറയാ, ഈ തൃക്കാക്കര സ്റ്റേജിന്റെ അടുത്ത് മാത്രമേ മണ്ണ് കിട്ടുള്ളൂ. അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം എടുത്തപ്പോൾ അങ്ങനെ അല്ല എടുത്തത്. അസ്റായീലിനോട് ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു ഇബ്രാഹിം നബിക്ക് പല സംശയമുള്ള ആളാ. ആര്? ഖലീലുല്ലാഹി നബീന ഇബ്രാഹിം അലൈഹി സ്വലാം. ഒരിക്കൽ സംശയം ചോദിച്ചു, അല്ല ജിബ്രീലേ, ഈ ലോകത്തിന്റെ കിഴക്കുള്ള ഒരു മനുഷ്യനെ പിടിക്കുമ്പോൾ അപ്പൊ തന്നെ ഈ പടിഞ്ഞാറുള്ള മനുഷ്യനെ പിടിക്കണേ എങ്ങനെയാണ്? അത് സംശയം. അപ്പൊ അസ്റായീൽ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? നബിയെ, ഈ ലോകം എൻ്റെ മുന്നിൽ ഒരു പാത്രമാണ്. ആ പാത്രത്തിനകത്ത് ഇവിടെ മുന്തിരി, ഇവിടെ ആപ്പിള്, ഇവിടെ ഓറഞ്ച്, ഇവിടെ കാരക്ക, ഇങ്ങനെ വിവിധ തരത്തിലുള്ള പഴങ്ങളൊക്കെ ഇരിക്കുകയാണ്. ഞാനൊരു മുന്തിരി എടുക്കും, അതിനിട്ടൊരു കാരക്ക എടുക്കും, അതിനിട്ടൊരു ഓറഞ്ച് എടുക്കും. ഈ ഓറഞ്ച് എടുത്ത് എനിക്ക് കാരക്ക എടുക്കാൻ പോകാൻ വണ്ടി കയറി പോകണ്ട. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ പറക്കി 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 ഇടും. ഇതുപോലെ ഈ ഭൂമി എനിക്കൊരു പാത്രം പോലെയാണ്. അതിൻ്റെ എവിടെയെല്ലാം കിടക്കുന്നുണ്ടോ ആ ഓർഡർ അനുസരിച്ച് എനിക്ക് പറക്കി പറക്കി എടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ള ഇങ്ങനെയുള്ള ഈ എടുക്കല് ആ മണ്ണെടുത്തപ്പോഴും ആ രീതിയിൽ തന്നെയായിരുന്നു. ഇങ്ങനെ അങ്ങോട്ട് വാരി മണ്ണിൽ നിന്ന്, ഭൂമിയിൽ നിന്ന്. അപ്പൊ എവിടെ നിന്നെല്ലാം മണൽത്തരികൾ അസ്റായീലിന്റെ കയ്യിൽ പെട്ടിട്ടുണ്ടോ ആ പെട്ട മണൽത്തരികളെല്ലാം അവിടെ കൊണ്ടുപോയി ഇടുക എന്നുള്ളത് അല്ലാഹുവിന്റെ കടമയിൽപ്പെട്ടതാണ്. കണ്ടാ, അപ്പൊ ഇനി നിന്ന് സംസാരിക്കുന്ന ഞാൻ അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിടിയിൽ പെട്ടത് മദീനത്തുള്ള മണൽത്തരിയിലാണെങ്കിൽ ഞാൻ പോയി മദീനയിൽ പോയി മരിക്കും. മക്കയിൽ നിന്ന് അടുത്തെങ്കിൽ മക്കയിൽ പോയി മരിക്കും. അള്ളാഹു നല്ല മനുഷ്യന്മാരുടെ കൂടെ കിടക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കടമ വീട്ടുമ്പോൾ നമ്മൾ ആ ജനാസനെ എന്ത് ചെയ്യുകയാണ്? ഖഹറായിട്ട്. അത് അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തലാണ്. പടച്ച തമ്പുരാൻ അടക്കാൻ വേണ്ടി ഒരു സ്ഥലത്തുകൊണ്ട് ഈ മരിപ്പിച്ച നമ്മള് ആ ജനാസയെ നമ്മൾ ബലമായിട്ട് അവിടെ നിന്ന് പിടിച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ഖത്തറിൽ നിന്ന് കൊണ്ടുവന്ന് തൃക്കാക്കരെ കൊണ്ടുവന്ന് അടക്കുകയാണ്. ഇത് അനുവദിക്കപ്പെട്ടതല്ല എന്ന് പറയാൻ കാരണം അതാണ്. സമ്പത്തും സമയവും നഷ്ടപ്പെടുത്തലും മയ്യത്തിനെ ഇടങ്ങേറാക്കലും വേറെ കാര്യം. അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തലാണ്. അപ്പൊ നമ്മളെ എവിടെ നിന്നാ അള്ളാഹു തആല സൃഷ്ടിക്കാൻ വേണ്ടി മണൽത്തരി എടുത്തത്? നമ്മുടെ എല്ലാം ദ്രവിച്ചാലും ആ തരി അരക്കൂടിന്റെ ഉള്ളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. അതിലേക്ക് എന്നിട്ട് മൊത്തം വന്ന് കൂടണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചില്ലേ, എങ്ങനെയാ ഇതിങ്ങനെ കൂടണേന്ന്? ഇപ്പൊ 4 പക്ഷിനെ കറക്കാനൊക്കെ ഖുർആനിൽ പഠിപ്പിച്ച ചരിത്രം വന്നില്ലേ? 4 പക്ഷിനെ ഇറത്തിട്ട് എല്ലാത്തിനെയും കൂട്ടിക്കൊഴിച്ചിട്ട് 4 മലയെ കൊണ്ട് ഇട്, എന്നിട്ട് അതിന്റെ തല എടുത്തിട്ട് ഇങ്ങോട്ട് വിളിക്ക്. 4 മലയൊന്നും കഷ്ണങ്ങളിലും വന്നാണോ? ഇത് തന്നെ നമ്മളെ കൊണ്ടുവന്ന് അങ്ങോട്ട് അടക്കിയാൽ ഇത് ഈ മണ്ണിലേക്ക് അങ്ങോട്ട് ദ്രവിച്ച് ആകെ 4 പാടുമാവുകയാണ്. എന്നിട്ട് ആ ബോളിലേക്കാണ് ഇതെല്ലാം വന്ന് കൂടുന്നത്. ആ ബോൾ എവിടെ നിന്നാണോ അസ്റായീലിന്റെ കയ്യിൽ കിട്ടിയത് അവിടെ ആ ബോൾ കിടക്കും. ഇതാണ് പടച്ചോൻ വരാൻ പറഞ്ഞത്. അതെവിടെയാന്ന് നിനക്കറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. എവിടെയാണ് നീ മരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരം പടച്ച തമ്പുരാനാണ്. റഹ്മാനായ റബ്ബ്, ഇത്രയും പവറുള്ള അള്ളാഹുവിന്റെ മഹത്തായ നിഅമത്തിൽ, അനുഗ്രഹത്തിൽ പങ്കാളികളാകാൻ ഭാഗ്യം ലഭിച്ച നമുക്ക് ഈ അനുഗ്രഹത്തിനകത്ത് നിന്ന് നല്ല നിലയ്ക്ക് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് പടച്ചോൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം നമ്മുടെ ഈ സാധാരണയൊക്കെ മുമ്പൊക്കെ വയലിൻ്റെ മജ്‌ലിസിലുണ്ട്, കുറേ നേരം വയൽ പറഞ്ഞ് കഴിയുമ്പോൾ
മുസ്ലിയാർക്കൊരു കത്തൊക്കെ കൊടുത്തിട്ട് ലേലം വിളിക്കുന്ന പരിപാടിയൊക്കെ ഇപ്പം അതൊക്കെ പോയി. എന്നാലും ഇവിടെ കുറച്ച് സാധനമൊക്കെ വന്നിട്ടുണ്ട്. ഈ പോയതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേലം വിളിക്കുന്നേക്കാളും ലാഭം അല്ലാത്ത നിലയ്ക്ക് കൈകാര്യം ചെയ്യില്ല. അതുകൊണ്ടിട്ടാണ് ഈ ഒക്കെ പോയത്. ചുമ്മാ പോയതല്ല. മുമ്പൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ നല്ല കാശ് കിട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. അപ്പം ഇതിനകത്തൊന്നും വലിയ വിശ്വാസവും താല്പര്യമൊക്കെ ആൾക്കാർക്ക് ഇല്ലാതെ ഇവിടെ അതൊക്കെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളം അപ്പം ഇതേ എന്ന് പറഞ്ഞാൽ ഇപ്പം സദസ്സിലൊരു 10,000 ആൾക്കാർ ഇരിപ്പുണ്ടെന്ന് സങ്കല്പിക്കുക. മുസ്ലിയാർ വഴുതു പറഞ്ഞുകൊണ്ട് ഇക്കാലം നിർത്തിച്ചു. എന്നിട്ട് കോഴിമുട്ട എടുത്തിട്ട് സെക്രട്ടറി വിളിക്കുകയാണ്, ഒരു കോഴിമുട്ട 1 രൂപ. ആരും മിണ്ടല്ലോ കേട്ടോ. കുറേ നേരം ഇയാൾ പറയും 1 രൂപ 1 രൂപ 1 രൂപ. അവസാനം ഒരു കാക്ക ഉറക്കം തൂങ്ങിയത് 1 50 പൈസ. അപ്പൊ ഇയാൾ 1 50 പൈസ 1 50 പൈസ കുറേ പ്രാവശ്യം പറയും. അങ്ങനെ 2 കാല് 2 അരക്കാല് 2 മുക്കാല് ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് 3 തരം 4 രൂപയുടെ മുട്ട ഉണ്ടോ പോയിക്കണേ 1.5 രൂപ. അങ്ങനെ പോയി. 1000 ആൾക്കാരുടെ കേട്ടോ ചുരുങ്ങിയത് മുമ്പിൽ. ഒരു 4 കൊല്ലം കഴിയുമ്പോൾ വാമശിലാരെ വഴുതിന് പിന്നെ ആ സ്ഥലത്തേക്ക് വിളിക്കും. അപ്പോൾ വാമശിലാരെ പതിപോലെ ചോദിക്കും എങ്ങനെയാ സാമ്പത്തിക അവസ്ഥയൊക്കെ. എൻ്റെ പൊന്നു അവസ്ഥാതെ ആകെ പരാജയമാണ്. എന്തു പറ്റിയെന്ന് വെച്ചാൽ അന്ന് വാമിലാർ ഇവിടെ സ്റ്റേജിൽ ഇവിടെ ഒരു സെക്രട്ടറി ഒരു മുട്ട ലേലം വിളിച്ചത് ഓർക്കണ്ടോ? ഉവ്വാ 1.5 രൂപയ്ക്ക്. ഉവ്വാ ആ കാക്ക മുട്ട കൊണ്ട് തിന്നാനല്ലാതെ ആ പൈസ ഇതുവരെ തന്നിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ലാഭമാണോ ലേലം വിളി? ആ സാധനം അപ്പ കടയിലേക്ക് കൊടുത്ത് 4 രൂപ കിട്ടിയേനെ. ഇതാണ് ഈ ലേലം വിളി നിന്നു പോകാൻ കാരണം. ഇവിടെ എന്തുകൊണ്ട് നിന്നില്ല? ഇവിടെ ഈ വില നോക്കാതെ വിളിക്കുന്ന ആൾക്കാരുണ്ട്, വിളിച്ചാൽ പൈസ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെ പിന്നെ ഇതൊക്കെ ഇപ്പൊ ഇവിടെ വരുമോ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് തന്നവർക്കും ഇത് ഇവിടെ ഈ മജ്ലിസിൽ നിന്ന് കൊണ്ടുപോകുന്നവർക്കും ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു തആല ഖൈറായ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിങ്ങളെല്ലാവരും ഇതിനകത്ത് ആരാ വിളിക്കണ? കൂടാരം കെട്ടലും സർക്കസ് കളിക്കണം. പെരുമ്പാവൂര് സർക്കസ് കിടക്കണ്ട, അവിടെ അകലല്ല, കെട്ടടൂരല്ല കളിക്കണേ. അപ്പൊ എന്തായാലും ഈ സാധനം ഖുർആൻ വിശേഷിപ്പിക്കപ്പെട്ട സാധനം കേട്ടോ. ഇത് തേനാണ്, 2 കുപ്പി തേൻ. ഫിഹി ശിഫാഉൻ ലിന്നാസ്. ഇരിക്കും തോറും ഗുണം കൂടുന്ന സാധനം കേട്ടോ ഇത്. കേടാവുമല്ല, ഇരിക്കും തോറും ഗുണം കിട്ടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നല്ല സമയമാണ്, ഒരു 3 സലാത്തൊന്ന് ചൊല്ലിയിട്ടേ ഇത് കൊണ്ടുപോണവർക്ക് ഗുണം കിട്ടട്ടെ. ഇന്നിപ്പോ ഇതേ നമ്മുടെ വീട്ടിൽ ഉള്ള ഈ മൊബൈലിനകത്ത് ഈ വാട്സപ്പിൽ വന്നൊരു പടം കാണിച്ചു തന്നു. പടച്ച തമ്പരാനെ അവിടെ കർണാടക സ്റ്റേറ്റിൽ എങ്ങാണ്ട് ക്യാൻസറിന് പച്ചമരുന്ന് കൊടുക്കണം. എന്നിട്ട് ഒരു മൂർത്തിയോ 200-200 കിലോമീറ്റർ വനത്തിൽ കൂടെ തന്നെ പോകണമെന്നാണ് പറയണേ. നമ്മുടെ മോൻ്റെ കൂട്ടുകാരൻ്റെ വാപ്പാക്ക് ക്യാൻസറാണ്. ഇവൻ വണ്ടി എടുത്തിട്ട് വാപ്പാനെ കൊണ്ടുവന്ന് അവിടെ എങ്ങാണ്ട് വയനാട്ടിലോ എങ്ങാണ്ട് ഹോട്ടലിൽ താമസിപ്പിച്ചിട്ട് ഇവനും കൂട്ടുകാരും കൂടെ പോയി. അവിടെ ചെന്ന് രാത്രി 8 മണിക്കാണ് ചെന്നതെന്ന് പറയണം. അവിടെ പായ് വിരിച്ചിട്ടാണ് ക്യൂ പിടിക്കണ, പായ് വിരിച്ചിട്ടാണ്. പായ് വിരിച്ച് കിടന്നു. ഇവരൊരു 11 മണിയായപ്പോൾ എഴുന്നേറ്റൊക്കെ ഇപ്പം അങ്ങ് ഹട്ടങ്ങ് പോയി. പായ് നേരം വെളുത്ത് 8 മണിക്ക് മൂർത്തി, നാരായണ മൂർത്തി അങ്ങനെ കണ്ട അങ്ങനെ പേര്. ഈ ആദിവാസി വനത്തിൽ താമസിക്കുന്ന ആള് ഒരു ഓല ഷെഡിലാണ് കിടക്കണമെന്ന് പറഞ്ഞത്. ഒരു 10,000-2000 ആളുണ്ടെന്ന് പറഞ്ഞത് മരുന്ന് മേടിക്കാൻ വന്നേക്കണം. 300 രൂപയാണ് മരുന്നിൻ്റെ വില. 500 രൂപ കൊടുത്താൽ മേടിക്കൂല, 300 രൂപ. ഇത് ഏതാണ്ട് ഇലയാ കൊടുക്കണേ. ഇത് കൊണ്ടുപോയി ഇയാൾ പറഞ്ഞ രീതിയിൽ കഴിച്ചവർക്ക് ക്യാൻസർ പറ്റ മാറിയേക്കുക. വൃക്ക തകരാറിലായിട്ട് പിന്നെ ഇതിനകത്ത് ബ്ലഡിനകത്ത് ക്യാൻസർ കയറിയിട്ട് ബ്ലഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് വരെയും ശിഫ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായ അനുഭവങ്ങളും. 10,000 ചില്ലുവാൻ ആൾക്കാരുണ്ടെന്ന് ആ കാട്ടി കൂടിയേക്കണത്. അപ്പൊ എന്താ ഇത് മനസ്സിലാവണത്? പടർന്നു പിടിക്കുക, ഈ രോഗം പടർന്നു പിടിക്കുക. അല്ലാഹുവേ, ഈ മജ്ലിസിൽ നിന്ന് ഇത് കൊണ്ടുപോയി കഴിക്കുന്ന കുടുംബം, ആ കുടുംബ അംഗങ്ങളിൽപ്പെട്ട ഒരാൾക്കും ഞങ്ങളിൽ ചെല്ലുന്ന സലാത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഈ മജ്ലിസ് പറയുന്ന ദുആഇന്റെ മഹത്വം കൊണ്ട് ഈ പറയപ്പെട്ട മാരകമായ രോഗം അല്ലാഹുവേ ആ കുടുംബത്തിലേക്ക് കടന്നു വരാതെ ഇത് കൊണ്ടുപോയി കഴിക്കുന്ന കുടുംബാദികളെ നീ കാക്കണേ പടച്ചോമ്പരാനെ. വല്ലാത്തൊരവസ്ഥ. സമ്പാദിച്ചത് മൊത്തം പൂവമാനികൾ, എന്നിട്ടേ ഈ സാധനം പള്ളിക്കാട്ടിലേക്ക് പോകണം. അതാണ് ഇപ്പൊ ക്യാൻസർ. അപ്പൊ ഷിഫാഉൻ ലിന്നാസ്, ഫീഹി ഷിഫാഉൻ ലിന്നാസ് എന്ന് അല്ലാഹ് പറഞ്ഞ സാധനമാണ്.